അപ്പൊ ഓക്കെ അടിച്ചു കൊടുക്കാല്ലേ. അപ്പൊ വന്നോളൂ. വല്ല നാളത്തേക്ക് ഉണ്ടാക്കുന്നു. ഒരെണ്ണം നാളത്തേക്ക് വെക്കില്ല. ഇന്ന് വന്ന് 8 മണിയായിട്ട് ഒന്നും പഠിക്കാറായിട്ടില്ല. ഇതൊക്കെ ഇപ്പൊ വന്നാന്ന് ആർക്കറിയാം. ക്ലാസ് ടെസ്റ്റുകള് പോകും. പഠിക്കുമോ? ഇതും കൂടി അല്ല, കയ്യിലുള്ള നോട്ടൊക്കെ പഠിക്കുക. സയൻസ് മാത്രം എഴുതിയിട്ടില്ല, ബാക്കി എല്ലാം പഠിക്കോടിയിരുന്ന. ഇതും കൂടിയല്ല. ഇന്ന് എത്ര പോരെ അടുത്ത ദിവസം ബാക്കിയുള്ള ക്ലാസ് നാളേക്കെന്ന് പറയരുതെന്ന് പറഞ്ഞു ഞാൻ. നാളേക്കില്ല, ഇന്ന് ക്ലാസ് ടെസ്റ്റ് നാളെ പഠിക്കാന്ന്. ഇംഗ്ലീഷിലെ പാഠം തുറന്നു പോലും നോക്കിയിട്ടില്ല. തുറന്നു പോലും ഇംഗ്ലീഷിലെ എക്സസൈസ് തുറന്നു പോലും നോക്കിയിട്ടില്ല എത്ര ദിവസമായിട്ട്. ഹിന്ദി പറഞ്ഞിട്ടുണ്ട്. ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, പിന്നെ കണക്ക്, സയൻസ്. അന്റെ നാളെ നാട്ടിൽ എത്തും ഞാൻ. നാട്ടിൽ എത്തും ഞാൻ. എണിക്കട്ടെ നാളെ. ആഴ്ചയും കൂടി വരട്ടെ, നാളെ ഉണ്ടാക്കാൻ ഞാൻ. നാളെ ആക്കാട്ടോ. 8 മണിയാണ് അയക്കേണ്ടത്. നാളെ പഠിക്കാമെന്ന്. അതെ, പൊളിറ്റിക്സും കൂടി പഠിക്കാണ്. അമ്മ എല്ലാവരെയും കാണുന്നുണ്ട്. മ്യൂട്ടാക്കിയിട്ടില്ല.
Ranjit, Ruddhi Cholle naam hai. Hare Krishna. Riddhi Mata ji. ഹരേ കൃഷ്ണ മാതാജി, ദണ്ഡവത്പ്രണാം. 2:19 ആയി. തുടങ്ങ്. ഓക്കെ ഓക്കെ. Hare Krishna. We will now begin our Gita class with a prayer. Namo Vishnupadaya Krishna Prishtaya Bhutale Srimati Bhakti Vedanta Swamiti Namine Namaste Saraswati Devi Gauravani Pracharine Nirvishesha Shunyavadi Paschatadishatarine Jai Shri Krishna Chaitanya Prabhu Nityananda Shri Advaita Gadadhara Srivasadi Gaura Bhakta Vrinda Hare Krishna 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 Hare 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 Rama 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 Hare Hare. ഇന്നത്തെ ഗീത സെഷന് എല്ലാവർക്കും എന്റെ ഹൃദയപൂർണമായ സ്വാഗതം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉപദേശിച്ച ശ്രീമദ് ഭഗവത്ഗീതയുടെയും പവിത്രമായ ഉപദേശങ്ങളെ പറ്റിയും ഗീതാ മഹാത്മ്യത്തിനെ പറ്റിയും ഹരിനാമ മഹിമയെ പറ്റിയും നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നു. എല്ലാവരും ശ്രദ്ധയോടെയും ഭക്തിയോടെയും ഇതിൽ ഭാഗമെടുക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. It is now my privilege to warmly invite Her Grace Shrikanta Devidasi Mataji to guide us through the sacred significance of Gita Mahatmyam and enrich our hearts with her insights. On to you, Mataji. Hare Krishna. Thank you, Mataji. നമുക്ക് മംഗളാചരണം ചെയ്ത് തുടങ്ങാം. ഓം
അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരോന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലെ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണെ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണെ. ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. എല്ലാ ഭക്തന്മാർക്കും എൻ്റെ സാദര പ്രണാമം. അപ്പൊ കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങളിൽ 1 തൊട്ട് 4 വരെ ശ്ലോകത്തെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് 5 തൊട്ട് 7 വരെ അവസാനത്തെ ശ്ലോകങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ ശ്ലോകം 5 ശ്ലോകം വായിക്കാം. ഭാരതാമൃത സർവസ്വം വിഷ്ണു വക്ത്രാദ്വി വിനിസൃതം ഗീതാ ഗംഗോദകം പീത്വാ പുനർജന്മ ന വിദ്യത്തെ. വിവർത്തനം. ഗംഗാജലം പാനം ചെയ്യുന്നവൻ മോക്ഷം പ്രാപിക്കുന്നു. ഭഗവത് ഗീതാമൃതം പാനം ചെയ്യുന്നവനെ കുറിച്ച് പിന്നെ എന്തു പറയാനാണ്? മഹാഭാരതത്തിന്റെ സാരാമൃതമത്രേ ഭഗവത്ഗീത. ആദി വിഷ്ണുവായ ഭഗവാൻ കൃഷ്ണൻ സ്വയം ഉപദേശിച്ചതാണിത്. ഭഗവത്ഗീത പരമദിവ്യോത്തമ പുരുഷന്റെ മുഖനിർഗതമാണ്, എന്ന് വെച്ചാൽ മുഖത്തിൽ നിന്ന് വന്നതാണ്. ഗംഗ ഭഗവാന്റെ പാദപങ്കജ നിർഗതവുമാണ്. ഭഗവാന്റെ മുഖവും പാദവും തമ്മിൽ തീർച്ചയായും യാതൊരു വ്യത്യാസവുമില്ല. എങ്കിലും പക്ഷപാതമില്ലാത്ത ഒരു പഠനത്തിൽ ഭഗവത്ഗീത ഗംഗാജലത്തേക്കാൾ കുറെ കൂടി പ്രാധാന്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതില് വിവരിക്കാൻ വേറെ ഒന്നുമില്ല, എല്ലാം അതേപടി പറഞ്ഞിട്ടുണ്ട്. ശ്ലോകം 6. സർവോപനിഷദോ ഗാവോ ദോഗ്ധ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർ ഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. ഗീതോപനിഷത്ത് ഭഗവത്ഗീത എല്ലാ ഉപനിഷത്തുക്കളുടെയും സാരമാണ്. എല്ലാ ഉപനിഷത്തുക്കളും ഒരു പശുവിനെ പോലെയാണ്. ഗോപകുമാരൻ എന്ന പ്രശസ്തനായ ഭഗവാൻ കൃഷ്ണൻ ആ പശുവിനെ കറക്കുന്നു. അർജുനൻ ഒരു പശുക്കിടാവിനെ പോലെയാണ്. പണ്ഡിതന്മാരും പരമഭക്തന്മാരും അമൃതതുല്യ ദുഗ്ധമായ ഭഗവത്ഗീത പാനം ചെയ്യുന്നു. ഇനി ശ്ലോകം 7. ഏകം ശാസ്ത്രം ദേവകീ പുത്ര ഗീത ഏകോ ദേവോ ദേവകീ പുത്ര ഏവ ഏകോ മന്ത്രസ്തസ്യ നാമാനി യാനി കർമാപി ഏകം തസ്യ ദേവസ്യ സേവ. വിവർത്തനം. ഇക്കാലത്തെ ജനങ്ങൾ ഒരേ ഒരു ധർമ്മഗ്രന്ഥത്തെയും ഒരേ ഒരു ഈശ്വരനെയും ഒരേ ഒരു മതത്തെയും ഒരേ ഒരു പ്രവൃത്തിയെയും മാത്രം സ്വീകരിക്കാൻ ഉത്സുകരാണ്. കലിയുഗമല്ലേ, എല്ലാവർക്കും ഒന്നിനും സമയമില്ല. ആകയാൽ ഏകം ശാസ്ത്രം ദേവകീ പുത്ര ഗീതം, ഒറ്റ ധർമ്മഗ്രന്ഥം മാത്രമായിരിക്കട്ടെ. ലോകത്തിന് പൊതുവായ ഏക ധർമ്മഗ്രന്ഥം ഏതാണ്? അതാണ് ഭഗവത്ഗീത. പിന്നെ ഏകോ ദേവോ ദേവകീ പുത്ര ഏവ, സമസ്ത വിശ്വത്തിനും ഒരേ ഒരു ഈശ്വരൻ മാത്രം ഉണ്ടായിരിക്കട്ടെ എന്ന് വെച്ചാൽ ശ്രീകൃഷ്ണൻ. ഏകോ മന്ത്രാസ് തസ്യ നാമാനി, ഒരേ ഒരു മന്ത്രം, ഒരേ ഒരു പ്രാർത്ഥന. അതെന്താണ്? തന്നാമ സങ്കീർത്തനം എന്ന് വെച്ചാൽ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പൊ കർമാപി ഏകം തസ്യ ദേവസ്യ സേവ, ലാസ്റ്റത്തെ ഇതാണ്. ഒരൊറ്റ പ്രവൃത്തി മാത്രം ഉണ്ടായിരിക്കട്ടെ, അതായത് പരമദിവ്യോത്തമ പുരുഷന്റെ സേവനം. ഇതാണ് ഈ 7ാമത്തെ ശ്ലോകത്തിന്റെ വിവർത്തനം. അപ്പൊ നമ്മൾ ഇത്രയും ഇപ്പൊ 3ാമത്തെ ദിവസമാണ്. ഇതിപ്പോ ഗീതാമഹാത്മ്യം ഇതോടെ അവസാനിച്ചു. ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? ഗംഗാജലത്തിന്റെയും ഭഗവത്ഗീതയുടെയും പ്രാധാന്യവും മഹത്വവും നമ്മൾ മനസ്സിലാക്കി, അല്ലേ? നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഗംഗാജലം തീർച്ചയായും ഉണ്ടാവും. അത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് ഹിന്ദുക്കളായി നമുക്ക് എല്ലാവർക്കും ഗംഗാജലത്തിൽ. അനേകം പേരും അതേപോലെ നമ്മുടെ വീടുകളിൽ ഒരു ഭഗവത്ഗീത തീർച്ചയായും ഉണ്ടാവണം. ഭഗവത്ഗീത യഥാരൂപം തന്നെ. നമ്മുടെ ഇത്രയും ദിവസത്തെ പഠനത്തിലൂടെ ഇപ്പൊ 5ാമത്തെ ചാപ്റ്റർ ആയിന്ന് തോന്നുന്നു തുടങ്ങി. അപ്പൊ ഈ ഇത്രയും ദിവസത്തെ പഠനത്തിലൂടെ മനസ്സിലായി ഭഗവാന്റെ നാമ രൂപ ഗുണലീലകളും
ഭഗവാനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്ന്. അപ്പൊ സാധാരണ ഒരു പുസ്തകമായിട്ട് നമ്മൾ ഈ ഭഗവത്ഗീതയെ കാണരുത്. അതിൽ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ട്. ഇപ്പൊ പറഞ്ഞല്ലോ, നാമരൂപ ഗുണലീലകളും ഭഗവാനും തമ്മിൽ ഒരു വ്യത്യാസമില്ല എന്ന്. അപ്പൊ പാടില്ല. ഭഗവാന്റെ സാന്നിധ്യം അതിലുണ്ട്. സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. പുസ്തക രൂപത്തിൽ നിന്നും മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഭഗവത്ഗീതയുടെ മാഹാത്മ്യം മനസ്സിലാക്കി, അതിനാൽ ഭഗവത്ഗീതയുടെ മാഹാത്മ്യം മനസ്സിലാക്കി നമ്മൾ 2 ശ്ലോകമെങ്കിലും നിത്യേന പാരായണം ചെയ്യണം. കൂടാതെ ശ്രീകൃഷ്ണ ജയന്തി, ഗീതാ ജയന്തി എന്നീ വിശേഷ ദിവസങ്ങളിൽ ഭഗവത്ഗീതയിലെ എല്ലാ അധ്യായങ്ങളും, ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങളുണ്ട്. എല്ലാ അധ്യായങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നാലും ഗീതയിലെ 12ഉം 15ഉം അധ്യായങ്ങൾ, 12 ഭക്തിയോഗ, 15 പുരുഷോത്തമ യോഗ, ഇവയിൽ ഏതെങ്കിലും ഒന്ന്, 2ഉം പാരായണം ചെയ്യുന്നത് നല്ലതാണ്. ഈ ശ്രീകൃഷ്ണ ജയന്തി, ഗീതാ ജയന്തി അങ്ങനെ വിശേഷ ദിവസങ്ങൾ വരുമ്പോഴൊക്കെ നമ്മളത് പാരായണം ചെയ്യണം. ഇവ 2ഉം പ്രധാനപ്പെട്ട അധ്യായങ്ങളാണ്. എങ്കിലും 20 ശ്ലോകങ്ങൾ മാത്രമുള്ള, 2ന് 20 ശ്ലോകങ്ങളേ ഉള്ളൂ. 20 ശ്ലോകമുള്ള ഏറ്റവും ചെറിയ അധ്യായങ്ങളാണ് ഇവ 2ഉം. ഇവ 2ഉം പാരായണം ചെയ്യുന്നുണ്ട് നമുക്ക് എന്താണ് നേട്ടം? ഭൗതിക ലോകത്തിലെ ബന്ധനങ്ങളിൽ നിന്ന് മോചനം നേടി കൃഷ്ണ ഭഗവാനെ പരമപുരുഷൻ എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ ശരണം പ്രാപിക്കാനും അത് ഭക്തിയുത സേവനത്തിലൂടെ, അതുവഴി ഭക്തിയുത സേവനത്തിലൂടെ ഭക്തിയിൽ മുന്നേറാനും നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും ഗൃഹത്തിൽ ശാന്തിയും സമാധാനവും സന്തോഷവും കൈവരാനും ജീവിതത്തിൽ എല്ലാ വിജയങ്ങൾ നേടി നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിലെത്താൻ നമ്മുടെ എല്ലാവരുടെയും ഉണ്ണിക്കണ്ണനായ ശ്രീ ഗുരുവായൂരപ്പൻ, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ. ജയ് ശ്രീ ഗുരുദേവ്. ജയ് ശ്രീല പ്രഭുപാദ്. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ഗീതാ മഹാത്മ്യത്തിനെ പറ്റി അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. ആൻഡ് അതിനെ പറ്റി പറഞ്ഞ മാതാജിക്ക് വളരെ നന്ദി. ഇനി അടുത്തതായി ഐ warmly invite Her Grace Lalita Sudhamai Devi Desi Mataji to guide us through the Mahima of Harinam. On to you, Mataji. ഹരേ കൃഷ്ണ. മംഗളാചരണം ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഓമജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജലശലാഘയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രസ്ഥായ ഭൂതരേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനി. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശകാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരിനാമ മഹാത്മ്യത്തെ കുറിച്ചിട്ട് ശ്രീമദ് ഭാഗവതത്തിൽ അജാമിള മോക്ഷത്തിൽ വിഷ്ണുദൂതന്മാരും യമദൂതന്മാരുമായുള്ള സംഭാഷണത്തിൽ യമദൂതന്മാരിൽ നിന്നും അജാമിളനെ മോചിപ്പിച്ച വിഷ്ണുദൂതന്മാരോട് യമദേവന്റെ കിങ്കരന്മാർ ചോദിക്കുന്നു, ഇദ്ദേഹം ചെയ്ത പാപങ്ങൾക്കൊന്നും തന്നെ ഇദ്ദേഹം പ്രായശ്ചിത്തം ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം ശിക്ഷ അനുഭവിക്കാൻ യോഗ്യനാണെന്ന് പറഞ്ഞു. അപ്പം ഇതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ പാപകർമ്മങ്ങൾ എല്ലാം ചെയ്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ശിക്ഷിക്കാൻ ഞങ്ങളെ അനുവദിക്കണം, അദ്ദേഹത്തിന് ശിക്ഷ നടപ്പാക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞതിന് മറുപടിയായിട്ട് വിഷ്ണുദൂതന്മാർ പറയുന്നു, സാഖ്യം പാരിഹാസ്യം വാ സ്തോപം ഹേളന ഏവ വാ വൈകുണ്ഠനാമഗ്രഹണം അശേഷാക ഹരം വിദുഹു എന്ന് വെച്ചാൽ, ഒരുവൻ ഭഗവാന്റെ ദിവ്യനാമം നേരിട്ടോ അല്ലെങ്കിൽ മറ്റേതിനെയും സൂചിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ തമാശ രൂപത്തിലോ തമാശയായിട്ടോ സംഗീത ആസ്വാദനത്തിന് വേണ്ടിയിട്ടോ ഈ ഭജനകളൊക്കെ കേൾക്കാറില്ലേ, അതുപോലെ ഭഗവാന്റെ
ഭജനകൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ പോകുമല്ലോ. എന്താണ് സമയം ബോറടിയൊക്കെ മാറ്റണം ആ ഒരു വിചാരത്തിലോ അല്ലെങ്കിൽ നിന്ദാരൂപത്തിലോ കീർത്തിക്കുന്ന പക്ഷം അവൻ അപരിമേയമായ ആ പാപത്തിന്റെ ഫലങ്ങളിൽ നിന്നും തൽക്ഷണം തന്നെ മുക്തമാവുമെന്ന് പറയുന്നു. വിഷ്ണുദൂതന്മാർ പറയുന്നു, ഏറ്റവും വലിയ പ്രായശ്ചിത്തം അജാമളൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നു. ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം തന്റെ ഇളയപുത്രനെ സദാ നാരായണ, അദ്ദേഹത്തിന്റെ ഇളയപുത്രന് നാരായണ എന്ന നാമമായിരുന്നു തീർന്നത്. സദാ നാരായണ നാരായണ, നാരായണ എഴുന്നേൽക്കൂ, അല്ലെങ്കിൽ നാരായണ ഭക്ഷണം കഴിക്കൂ, കുളിക്കൂ എന്നിങ്ങനെ സദാ നാമം ചൊല്ലിക്കൊണ്ടേയിരുന്നു ഈ അജാമിളൻ. അതുകൊണ്ട് മാത്രമല്ല അദ്ദേഹം അവസാന സമയത്ത് അദ്ദേഹത്തിന്റെ പുത്രനെ നാരായണ രക്ഷിക്കൂ എന്ന്, അദ്ദേഹത്തിന്റെ നാരായണ നാമത്തിന്റെ മഹത്വം അറിഞ്ഞുകൊണ്ടല്ല അദ്ദേഹം നാരായണ എന്ന് തന്റെ പുത്രനെ വിളിച്ചത്, അദ്ദേഹത്തിന് ആ നാമമഹാത്മ്യം അറിഞ്ഞുകൊണ്ട് തന്നെയില്ല. എന്നിട്ട് പോലും അദ്ദേഹം നാരായണൻ ആ ഒരു വിളി കൊണ്ട് ഭയന്ന് യമദൂതന്മാരെ പേടിച്ച് ഭയന്നിട്ടാണ് അദ്ദേഹം നാരായണ രക്ഷിക്കൂ എന്ന് വിളിച്ചത്. അപ്പം ആ ഒരു ഒറ്റ നാമം, ഒരു നാമം ജപം കൊണ്ട് തന്നെ അദ്ദേഹം സകല പാപങ്ങളിൽ നിന്നും മുക്തമായിരിക്കുന്നു എന്ന് വിഷ്ണുദൂതന്മാർ യമദൂതന്മാരോട് പറയുന്നു. ഭഗവത്ഗീതയിൽ ഭഗവാനും പറയുന്നു, അന്ധകാലേച്ച മാമേവ സ്മരൺ മുക്ത കളേഭരം. ഏതൊരാളാണോ അവസാന നിമിഷം എന്നെ സ്മരിക്കുന്നത് അല്ലെങ്കിൽ എന്റെ നാമം ഉച്ചരിക്കുന്നത്, അയാൾക്ക് സകല പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ച് മുക്തനായി അയാൾ എൻ്റെ അടുത്ത് വന്നു ചേരുമെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇത് തന്നെയാണ് പൂന്താന തിരുമേനി ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ജ്ഞാനപ്പാലയിലും പറഞ്ഞു തന്നിരിക്കുന്നത് ഈ നാമത്തിന്റെ മഹാത്മ്യം. അദ്ദേഹം പറയുന്നത്, എണ്ണമറ്റ തിരുനാമമുള്ളതിൽ ഒന്നു മാത്രമൊരിക്കലൊരു ദിനം സ്വസ്ഥനായിട്ടിരിക്കുമ്പോളെങ്കിലും സ്വപ്നത്തിൽ താനറിയാതെയെങ്കിലും മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്കു വേണ്ടി എന്നാകിലും ഇതുദിക്കിലിരിക്കലും തന്നെ നാവു കൊണ്ടിതു ചൊല്ലി എന്നാകിലും അതു ചെവി കൊണ്ടിതു കേട്ടുവെന്നാകിലും ജന്മസാഫല്യമപ്പോഴേ വന്നു പോയി. വിഷ്ണുദൂതന്മാർ പറഞ്ഞു കൊടുത്ത അതേ കാര്യം തന്നെയാണ് ഇവിടെ പൂന്താനം തിരുമേനി നമുക്ക് പച്ച മലയാളത്തിൽ എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്നിരിക്കുന്നത്. എങ്കിലും ഏതെങ്കിലും ഒരു നേരത്തിൽ, അതായത് ഭഗവാന് ഒരു അനവധി നാമങ്ങളുണ്ട്, അതിൽ ഏത് നാമം ജപിച്ചാലും, നാരായണന്നോ കൃഷ്ണന്നോ ഏത് നാമമായിക്കോട്ടെ, ഗോവിന്ദന്നോ ഏത് നാമം ജപിച്ചാലും അദ്ദേഹം വലിയ ആ ഒരു ഫലം അദ്ദേഹത്തിന് ലഭിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. ഇത് തന്നെയാണ് ചൈതന്യ മഹാപ്രഭുവും നമുക്ക് ഭഗവാൻ കൃഷ്ണൻ തന്നെ സ്വയം, ഭഗവാൻ കൃഷ്ണൻ ചൈതന്യ മഹാപ്രഭുവായിട്ട് ഭഗവത്ഗീതയിൽ എന്താണോ പറഞ്ഞു തന്നിരിക്കുന്നത് അത് ആചരിച്ച് കാണിച്ചു തരാൻ വേണ്ടി ചൈതന്യ മഹാപ്രഭു വന്ന് നമുക്ക് ഇതിന്റെ മഹാത്മ്യം, നാമനാ മകാരി ബഹുധാ നിജ സർവശക്തി, ഭഗവാന് എത്ര വ്യത്യസ്തമായ നാമങ്ങൾ ഉണ്ടായാലും ആ നാമങ്ങളെല്ലാം തന്നെ ഭഗവാന്റെ പ്രതിരൂപങ്ങളാണ് എന്ന് വെച്ചാൽ ഭഗവാനും ആ നാമവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്ന് കാണിച്ചു തന്നു നമുക്ക്. തത്രാർപ്പിത, ഈ നാമം ജപിക്കാൻ തത്രാർപ്പിത നിയമിത സ്മരണേന കാലഹ എന്ന് വെച്ചാല് അതിന് നിയമമോ അല്ലെങ്കിൽ കാലമോ സമയം ഒന്നും തന്നെ ഇല്ല, ആ നാമം ജപിക്കുന്നതിന് ഒന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു തന്നിരിക്കുന്നു. അത് ഏത് വിധത്തിൽ, അതായത് ചെവി കൊണ്ട് കേട്ടാൽ പോലും, അതുകൊണ്ടാണ് നഗര സങ്കീർത്തനത്തിലൂടെയൊക്കെ നമുക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ കാലത്ത് നഗര സങ്കീർത്തനമൊക്കെ നമുക്ക് കാണിച്ചു തന്നു. ഇപ്പോഴും അത് സ്കാണിൽ ഭക്തന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് പ്രഭുപാദർ തന്റെ ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും എല്ലാം തന്നെയും ഈ ഒരു കലിയുഗ മന്ത്രമായ ഹരേ കൃഷ്ണ മഹാമന്ത്രം ഓരോ ഇടയ്ക്കിടയ്ക്കായിട്ട്, അത് പുട്ടിന് തേങ്ങ ഇടുന്നോണം ഇടയ്ക്കിടയ്ക്കായിട്ട് അവിടെയും ഇവിടെയും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ലോകം മുഴുവനും ആ ഒരു പ്രചരിപ്പിച്ചു നടക്കുന്നു ഭഗവാന്റെ നാമം. നമുക്കും ഈ ഒരു നാമം മഹാത്മ്യം ഒന്നും, എങ്ങനെയാണോ ഒരു രോഗി മരുന്ന് കഴിച്ചിട്ട് തന്റെ അസുഖം എപ്രകാരമാണോ മാറ്റുന്നത്, ആ രോഗിക്ക് അതിന്റെ മരുന്നിനെ പറ്റിയിട്ടോ അതിന്റെ കോമ്പണൻസ് എന്താണോ, കെമിക്കൽ കോമ്പണൻസോ ഒന്നും അറിയുന്നില്ല, എങ്കിൽ കൂടി അദ്ദേഹം നിർബന്ധിച്ചിട്ടോ അല്ലാതെയോ ആ മരുന്ന് കഴിച്ചിട്ട്
ആ അസുഖം പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ രോഗം ഈ ഒരു മാഹാത്മ്യം അറിഞ്ഞിട്ടില്ലെങ്കിൽ കൂടി ഭഗവാന്റെ നാമം ജപിച്ചതുകൊണ്ട് പൂർണ്ണമായിട്ടും അയാൾ സകല പാപങ്ങളിൽ നിന്നും മുക്തമാവുമെന്ന് നമുക്ക് ഇവിടെ അജാമിളന്റെ കഥയിലൂടെ ആ നാമത്തിന്റെ മാഹാത്മ്യം പറഞ്ഞു തന്നിരിക്കുന്നു. നമുക്കെല്ലാവർക്കും ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്കും ഭഗവാന്റെ കാരുണ്യം നാമം ജപിച്ച് ഭഗവാന്റെ സകല പാപങ്ങളും ഇല്ലാതാക്കി തിരിച്ച് ഭഗവാൻ ലോകത്തിലേക്ക് തിരിച്ച് ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചെത്തുന്നതിന് വേണ്ടി നമുക്കും ഭഗവാന്റെ കാരുണ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ശ്രീല ഗുരുദേവ് ജി, ശ്രീല പ്രഭാത് ജി. താങ്ക് യു മാതാജി. വളരെ ഉപകാരമായിരുന്നു. നമ്മളെപ്പോഴും ഹരിനാമത്തിനെ പറ്റി ചൊല്ലുന്നുണ്ടല്ലോ, അപ്പൊ അതിന്റെ മഹിമയെ പറ്റി പറഞ്ഞു തന്ന മാതാജിക്ക് വളരെ നന്ദി. ഇറ്റ് ഈസ് നൗ മൈ ഓണർ ടു വെൽക്കം our beloved Prabhuji, Sharnya Shyamsundar Das Prabhuji, who will be guiding us with his profound knowledge and devotion. I'll speak a few words about him. Sri Sarish was born in Manyamal in Ernakulam district. In 2011, he went to Bahrain for work. There he got associated with ISKCON. In 2013, he took his initiation from His Holiness Jayapataka Swami Maharaj. His initiation name is Sharnya Shyamsundar Das. He currently lives in Kodungalur. His family consists of wife, son, and a daughter. Prabhu is an integral part and an active participant in the Satsangas in Kodungalur and Cochin. On to you, Prabhuji. ഹരേ കൃഷ്ണ. കേക്കാലല്ലേ? കേക്കാം പ്രഭു. ഹരേ കൃഷ്ണ. ഓക്കെ. ഓമജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി നമസ്തേ സരസ്വതി. ഹരേ കൃഷ്ണ. എല്ലാവർക്കും വളരെയധികം നന്ദി. എസ്പെഷ്യലി ഇതിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള നമ്മുടെ ദീനനാഥ് പ്രഭുജി, മാതാജി, നല്ല മാതാജി, എല്ലാവർക്കും വളരെയധികം നന്ദി. കാരണം എന്ന് വെച്ചാൽ ഇതൊരു ഓസ്പീഷ്യസ് ഡേ ആണ്. കാരണം ഇന്ന് വരാഹ ദ്വാദശിയാണ്. അപ്പോ എന്താ പറയാ, നമ്മൾ സാധാരണ മലയാളികൾക്ക് അത്ര പരിചയമല്ല ഈ വരാഹ ദ്വാദശി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ? ഇപ്പൊ ഭക്തിയില് നമ്മള് ഇസ്കോണിൽ വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വരാഹ ദ്വാദശി എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. അപ്പോ വരാഹദേവൻ അവതരിച്ച ഈ ദിവസം നമുക്കറിയാം, വരാഹദേവൻ പറയാണ്, ഞാൻ ഐ ആം ദ പ്രൊട്ടക്ടർ, അല്ലെ? ഭൂമിദേവിക്ക് വരുന്ന ആപത്തുകൾ, അതായത് ഒരു ഭക്തന് വരുന്ന ആപത്തുകളെ ഭഗവാൻ എത്ര ലാഘവത്തോടു കൂടിയിട്ടാണ് ഭഗവാൻ ആ ഏറ്റവും സമുദ്രത്തിന്റെ അടിത്തട്ടി പോയിട്ട് ഭൂമിദേവി ഉയർത്തിക്കൊണ്ടുവന്നത്. അതേപോലെ തന്നെ ഈ ഒരു ക്ലാസ് ഇവിടെ എടുക്കാനും ഈ ഭഗവത്ഗീത പോലെ ഒരു ഗ്രന്ഥം വായിക്കാനും എന്നെ പോലെ ഒരാള്, അതായത് സാധാരണക്കാരായ ഒരാള് ആ ചെളിക്കുണ്ടിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ വൈഷ്ണവരുടെയും പാതാരബിന്ദങ്ങളിൽ ദണ്ഡപ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. ഓൾറെഡി ക്ലാസ് നമുക്കൊരിത്തിരി ലേറ്റാണ്, അപ്പോൾ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഭഗവത്ഗീത നമുക്കറിയാം, ഇപ്പൊ എല്ലാവരും പറഞ്ഞിരുന്നു, ഭഗവത്ഗീത വളരെ ലോകശാസ്ത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ? നമ്മളാണ് അതിനെ മതത്തിന്റെ റിലീജിയനിലേക്ക് കൊണ്ടുവന്ന് കെട്ടിയിടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണ്, ഇവിടുത്തെ ഓരോ മതവിഭാഗങ്ങളാണ്. പക്ഷെ യഥാർത്ഥത്തില് കഴിഞ്ഞ ക്ലാസ്സിൽ ദീനനാഥ് പ്രഭുജി പറഞ്ഞതുപോലെ തന്നെ ജാതി, മത, വർഗ ഇതൊക്കെ അതിനൊക്കെ അതീതമാണ്. കാരണം ഇതിനകത്തൊന്നും ക്രിസ്ത്യാനിറ്റിയെ കുറിച്ചോ യാതൊരു മതത്തെക്കുറിച്ചോ അതിനകത്ത് പ്രതിപാദിക്കുന്നില്ല, ഹൈന്ദവതയെ കുറിച്ചോ ഒന്നും പ്രതിപാദിക്കുന്നില്ല, അല്ലെ? സനാതന സംസ്കാരത്തെ കുറിച്ചാണ് ഭഗവാനോട് പറഞ്ഞിരുന്നത്. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത, അല്ലെ? പത്രി പ്രഭു എന്ന് പറഞ്ഞ പ്രഭുവിനെ എല്ലാവർക്കും ഇസ്കോണിലുള്ള എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഉക്രൈനിലുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം ആർമിയിൽ ജോലി ചെയ്ത സമയത്താണ് ഒരു ഇസ്കോൺ ഡിവോട്ടി കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ അടുത്ത് ഭഗവത്ഗീത കൊടുത്തത്. അപ്പൊ അദ്ദേഹം ചോദിച്ചത്, ഇത് എനിക്ക് എന്തിനാണ്,
കാരണം വെച്ചാൽ ഞാൻ യുദ്ധം ആർമി അതിൽ ജോലി ചെയ്യുന്ന ആളാണ്, എനിക്ക് ഇതിന്റെ ആവശ്യമില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കാണ് ഇത് ഏറ്റവും അത്യാവശ്യം, കാരണം നിങ്ങൾ യുദ്ധം ചെയ്യാൻ ഉള്ള ആളാണ്. ഇതിനകത്ത് മുഴുവൻ പറഞ്ഞിരിക്കുന്നത് യുദ്ധം എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് കൊടുത്തത്. അപ്പൊ അദ്ദേഹം അത് സ്വീകരിച്ചിട്ട് അദ്ദേഹം ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നേപ്പാളിൽ അദ്ദേഹം ടെമ്പിൾ പ്രസിഡന്റ് ആണ്, സന്യാസിയാണ്. അപ്പോൾ അത്രയും ഒരാളുടെ ജീവിതത്തിൽ എത്രയധികം മാറ്റങ്ങൾ ഉണ്ടാകുമോ അത്ര മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമോ അതേപോലത്തെ ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഇപ്പൊ ഗീത മുഴുവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മധുരമാണ് അല്ലെ. കാരണം എന്താണ്? അത് ഭഗവാനാണ് അല്ലെ. കാരണം പറയാറില്ലേ എല്ലാ പ്രവർത്തനങ്ങളും മധുരം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗീത കേൾക്കുന്നത് ഒരു പ്രീച്ചർ എന്ന നിലയിലുള്ള ഒരാളുടെ ആസ്വാദന രീതി കൊണ്ടായിരിക്കരുത്, മറിച്ച് എന്താണ്, ഇത് ഭഗവാന്റെ വാക്കുകളാണ്, ഭഗവാൻ പറയുന്നതാണ്. അപ്പൊ ആ ഭഗവാന്റെ വാക്ക് നമ്മൾ ജസ്റ്റ് പ്രഭാതർ തന്ന കരുണ കൊണ്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാണ്. അപ്പോൾ ഭഗവാന്റെ സംഭാഷണം വളരെ മധുരമാണ്. ഒരു ആധ്യാത്മിക വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഗുണമായിട്ട് പ്രഭാതർ പറയാറുണ്ട്, മധുരം. എല്ലാവരും മധുരമായിട്ട് ഇടപെടണം എന്ന് പറയും. അപ്പൊ ആ ഗുണമാണ് ശരിക്കും പറഞ്ഞ ഒരു വൈഷ്ണവനെ സംബന്ധിച്ച് ഏറ്റവും ഇതായിട്ട് വേണ്ടത്. കാരണം ഭഗവാൻ ഇവിടെ ഈ പല ശ്ലോകങ്ങളിലും അർജുനെ ആദ്യത്തെ ഒരു അധ്യായത്തിൽ ഭഗവാൻ ഇവിടെ സംസാരിക്കുന്നില്ല. ശരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഭഗവാൻ കേൾക്കുകയാണ് ഫുൾ. അതായത് അർജുനന്റെ എല്ലാ ഭാവങ്ങളും, അർജുനന്റെ ആദ്യത്തെ ഏത് ഭാഗമായിരുന്നു അല്ലെ? ആദ്യത്തെ ഭാവം എന്താണ്? യുദ്ധം ചെയ്യാൻ സന്നദ്ധനായിട്ട് വന്നിരുന്ന അർജുനൻ എന്താണ്, സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപയമേ അച്യുത എന്നൊക്കെ പറഞ്ഞിട്ട് അഹങ്കാരത്തോടു കൂടി ഞാൻ എല്ലാവരെയും കാണിച്ചു തരാം, എല്ലാവരെയും ഞാൻ ഇപ്പൊ തീർത്തു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ചെന്നത് ഭഗവാൻ കൊണ്ടുപോയി നിർത്തി കൊടുത്തു അല്ലെ. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടു. അർജുനൻ സകല രീതിയിലും അദ്ദേഹം തന്റെ ബന്ധുമിത്രാദികളെയൊക്കെ വധിക്കേണ്ടതിനെ കുറിച്ച് ആകുലപ്പെട്ടിട്ട് അദ്ദേഹം തളർന്നു പോകുന്നത് നമ്മൾ കണ്ടു. അപ്പോ ഭഗവാൻ ഇവിടെ നമുക്ക് കാണിച്ചു തരികയാണ്, ആദ്യം നമുക്ക് വേണ്ട ഗുണം നല്ല ശ്രോതാവായിരിക്കുക, ക്ഷമയോടുകൂടി ശ്രോതാവായിരിക്കുക എന്നുള്ളത് ഭഗവാൻ അവിടെ കാണിച്ചു തരികയാണ്. ഭഗവാൻ സ്വയം നമുക്ക് കാണിച്ചു തരികയാണ്. പിന്നെ ഭഗവാൻ പറയുന്ന മധുരമായിട്ടാണ് ഭഗവാൻ ചീത്ത പറയുന്നത് അല്ലെ. അശോചാനിന്റെ ശോചസ്ഥം, ആ ശ്ലോകം നമുക്കറിയാം, 11ാമത്തെ ശ്ലോകം 2ാമത്തെ അധ്യായത്തില് അല്ലെ. എന്താണ്? ആവശ്യമില്ലാത്തവയെ കുറിച്ച് ചിന്തിക്കുകയും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിലപിക്കുകയും ദുഃഖിക്കുകയും അല്ലെങ്കിൽ മരിച്ചവരെ കുറിച്ചും ജീവിച്ചിരിക്കുന്നതിനെ കുറിച്ചും പണ്ഡിതന്മാർ ദുഃഖിക്കാറില്ല. അതിന്റെ അർത്ഥം എന്താണ്? അർജുനന്റെ വിഡ്ഢി എന്ന് തന്നെ നേരിട്ട് വിളിക്കാണ്. പക്ഷെ വളരെ മധുരമായിട്ടാണ് ഭഗവാൻ അത് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. നമുക്ക് എങ്ങനെ ഒരാളുടെ ഒരു ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കും, അങ്ങനെയുള്ള ഗ്രന്ഥമാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ അതിൻ്റെതായ നമുക്ക് 20 ശ്ലോകം എന്നെ സംബന്ധിച്ചിടത്തോളം തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നത് പോലെയാണ്. ഹരേ കൃഷ്ണ. അപ്പോൾ ഞാൻ എൻ്റെ മാക്സിമം സ്പീഡില് ഇത് തീർക്കാനായിട്ട് ഞാൻ ഇത് ശ്രമിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ശ്രീഗുരും ദീനധാരിണം പരമാനന്ദമാധവം നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രേ. പിതാംബരം ഗർവിരാജിത ശംഖചക്രം കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാദാലയേശമനിശം ഹൃദി ഭാവയാമി. ഹരേ കൃഷ്ണ. അപ്പോ ആദ്യത്തെ നമുക്കറിയാം കഴിഞ്ഞ 19ാമത്തെ ശ്ലോകം വരെയാണ് ഇപ്പോ 5ാമത്തെ അധ്യായത്തില് കർമ്മയോഗം കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനത്തിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോ അതിൽ നമുക്കറിയാം ആ അധ്യായത്തില് 5ാമത്തെ അധ്യായത്തില് ആദ്യം തന്നെ കർമ്മ ഉപേക്ഷിക്കുമെന്ന് ഭഗവാൻ പറയുന്നു. അതെ, അതേപോലെ തന്നെ ഭക്തി പുരസരം ജീവനും അതേപോലെ ദോഷരഹിതനും പോകാൻ
അർഹനുമാകുന്നു. അങ്ങനെ ഇനിയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 20ാമത്തെ ശ്ലോകം വായിക്കാം. ന പ്രഹ്യക്ഷേത് പ്രിയം പ്രാപ്യ നോതി ചേത് പ്രാപ്യ ച പ്രിയം സ്ഥിര ബുദ്ധിര സമ്മൂഢ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിതഃ. വിവർത്തനം ഭാവാർത്ഥം അഭയജനാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക് ആനന്ദത്തിൽ ആഹ്ലാദിക്കുകയോ ആനന്ദകരമല്ലാത്തവയിൽ ദുഃഖാവിഷ്ടവനാകുകയോ ചെയ്യാതെ സ്ഥിരബുദ്ധിയോടെ അസംഭ്രാന്തനായി ദൈവശാസ്ത്രജ്ഞനിയായി ജീവിക്കുന്നവൻ ഭൗതികാതീതം തന്നെ. അപ്പോ ആത്മസാക്ഷാത്കാരം എന്താണെന്ന് ഇവിടെ ഭഗവാൻ പറയുകയാണ്. അതായത് ഇതിന്റെ ആ ആത്മസാക്ഷാത്കാരം ലഭിച്ച വ്യക്തിയുടെ ലക്ഷണങ്ങളെ കുറിച്ച് പറയുന്നതാണ്. അപ്പൊ ഈ കാണുന്നതൊന്നും സ്ഥിരമല്ല എന്ന് അയാൾ മനസ്സിലാക്കും, ആ കൃഷ്ണാബോധമുള്ളവൻ, അല്ലെ? നമുക്കറിയാം വയനാട് സംഭവിച്ച ദുരന്തങ്ങളൊക്കെ നമുക്കറിയാം. ഇന്ന് ഉണ്ടായിരുന്നത് ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാണ്ടായി, അല്ലെ? അപ്പൊ ഇതൊരു മിഥ്യാലോകമാണ്. അപ്പോ നമുക്കറിയാം നമ്മുടെ ശരീരം, നമ്മൾ 2ാമത്തെ അധ്യായം മുതൽ പഠിക്കുന്നതാണ്, നമ്മൾ ഈ ശരീരമല്ല ആത്മാവാണ്. ഈ ശരീരം എപ്പോ വേണമെങ്കിലും നശിക്കാം, അല്ലെ? എനിക്ക് 47 വയസ്സായിട്ടുണ്ടെങ്കിൽ ഇതിന് എത്രയോ എൻ്റെ കോശങ്ങളെല്ലാം നശിച്ച് വീണ്ടും ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് എപ്പോഴാണ് നമ്മുടെ മുന്നോട്ട് പോകുന്നത്, നേരത്തെ പറഞ്ഞ ജ്ഞാനപ്പാനയിൽ പറയുന്ന പോലെ നമുക്ക് എത്ര കാലം ഇനി ഉണ്ടെന്ന് നമുക്കറിയില്ല, അല്ലെ? അപ്പൊ അതാണ് നമ്മുടെ ഈ അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ഇത് മനസ്സിലാക്കുന്ന ആള് ആത്മസാക്ഷാത്കാരം നേടിയ ആളാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഭഗവാന്റെ അംശമാണ്. അമിതാഹ്ലാദം, അധിക ദുഃഖം, അതെല്ലാം ഒരേപോലെ കാണാനായിട്ട് അദ്ദേഹം പഠിക്കുന്നു, അല്ലെ? നിശ്ചയദാർഢ്യം ഉണ്ടാവുന്നു. അതാണ് ആ സ്ഥിരബുദ്ധി എന്ന് പറയുന്നത്, നിശ്ചയദാർഢ്യമാണ്. അപ്പോ ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ എന്ന മുകളിലേക്ക് ആ ഒരു 3ാമത്തെ തട്ടിലേക്ക് നമ്മളെ ആ കൃഷ്ണാവബോധം നേടിയ ആളെ ഉയർത്തുന്നു, അല്ലെ? അപ്പൊ നമ്മുടെ മൂലസ്വരൂപം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. ഞാൻ വളരെ പെട്ടെന്ന് ചില ഉദാഹരണങ്ങൾ പറയാം. അതായത് ഒരു സിംഹം അതിന്റെ കുട്ടിയെ പ്രസവിച്ചതിന് ശേഷം ആ സിംഹം, അമ്മ സിംഹം ചത്തുപോയ സമയത്ത് ആ സിംഹം കാട്ടില് വളരാൻ സാഹചര്യമില്ലാത്തത് കൊണ്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ മാൻകുട്ടികൾ അവിടെ കളിക്കുന്നത് കണ്ടു. അപ്പൊ അതിന്റെ കൂടെ ചെന്നിട്ട് കളിക്കാൻ തുടങ്ങി. ആദ്യം മാൻകുട്ടികൾ പേടിച്ചെങ്കിലും ചെറുതായതുകൊണ്ട് അവരും ജടയും ഇതൊന്നുമില്ലല്ലോ, അപ്പൊ സാധാരണ തങ്ങളെ പോലെ ഒരാളാണെന്ന് കരുതിയിട്ട് കൂടെ കളിക്കാൻ തുടങ്ങി. അങ്ങനെ കളിച്ച് വളരെ വലുതായി കഴിഞ്ഞപ്പോഴും അവര് ആ ഒരു പുല്ലൊക്കെ തിന്ന് സിംഹം ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. അപ്പോ മറ്റൊരു സിംഹം ആ കാട്ടിൽ നായാടാൻ വന്ന സമയത്താണ് കാണുന്നത് ഈ അത്ഭുതകരമായ കാഴ്ച കണ്ടു, അല്ലെ? ഒരു കാട്ടിലെ രാജാവായിട്ട് ജീവിക്കേണ്ട ആള് മാനുകളെ ഒത്ത് കളിക്കുന്നു. ഇത് കണ്ടിട്ട് അദ്ദേഹം ഓടിച്ചിട്ട് അദ്ദേഹത്തെ ആ മാനിനെ പിടിച്ചതിന് ശേഷം എന്ത് ചെയ്തു, കൊണ്ടുപോയിട്ട് പുഴയുടെ അരികത്ത് കാണിച്ചു കൊടുത്തിട്ട് പുഴയില് തന്റെ പ്രതിബിംബം കാണിച്ചു കൊടുത്തു. മടയാ, നീ നോക്കൂ, നിന്റെ മൂലസ്വരൂപം എന്നിലെ രാജാവാണ് എന്നുള്ള രൂപം മനസ്സിലായത്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളെല്ലാവരും ഭഗവാന്റെ അംശമാണ്. ആത്മസാക്ഷാത്കാരം നേടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിത ലക്ഷ്യം, ജീവിത ഉദ്ദേശം തന്നെ അതാണെന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നു. അപ്പോൾ അത് മനസ്സിലാക്കിയാണ് ആത്മസാക്ഷാത്കാരം ലഭിച്ച വ്യക്തിയുടെ മെയിൻ ഇതെന്ന് പറയുന്നത്. 21ാമത്തെ ശ്ലോകം. ബാഹ്യ സ്പർശേഷു സക്താത്മാ വിന്ദത്യാത്മനി യത് സുഖം സ ബ്രഹ്മയോഗയുക്താത്മാ സുഖമക്ഷയമശ്നുതേ. മുക്തനായ ഒരാൾക്ക് ഭൗതികമായ ഇന്ദ്രിയ സുഖങ്ങളിൽ ആസക്തി ഉണ്ടാവില്ല. അയാൾ സമാധി പൂണ്ട് ആത്മാവിൽ തന്നെ എപ്പോഴും ആനന്ദം അനുഭവിക്കുന്നു. പരമതത്വത്തിൽ ഏകാഗ്രമായ മനസ്സു നിന്നുകൊണ്ട് ആത്മസാക്ഷാത്കാരം ലഭിച്ച വ്യക്തി അളവറ്റ ആനന്ദം അനുഭവിക്കുന്നു. അളവറ്റ ആനന്ദം, അല്ലെ? നമുക്ക് കിട്ടിയിട്ടുണ്ടോ അത്? അതായത് നമ്മുടെയൊക്കെ ആ അളവറ്റ ആനന്ദത്തിലേക്കുള്ള യാത്രയാണ് നമുക്കത് കിട്ടിയെന്ന് പറയാറായിട്ടില്ല, അല്ലെ? ഭൗതിക ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് ശരിക്കും സന്തോഷമാണ്. സന്തോഷം, സമാധാനം, ശാന്തി എന്നൊക്കെ പറയുന്ന സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് നല്ലൊരു ഭയങ്കര ഭക്ഷണം കഴിക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത്, ഭയങ്കര വിശപ്പുള്ള സമയത്ത് നമുക്കൊരു നല്ലൊരു പനീരൊക്കെ ഇട്ടിട്ട് നല്ല ഒരു എന്താ പറയുക, നമ്മുടെ നിത്തായി പ്രഭു ഉണ്ടാക്കുന്ന പോലെയുള്ള ഒരു ബിരിയാണി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമാവും, അല്ലെ? പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോൾ സന്തോഷം പോകും. കാരണം എന്താ, നമുക്ക് വീണ്ടും വിശക്കും. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ജീവിതത്തിൽ പലവിധം പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് ആരെങ്കിലും ഇപ്പൊ ദീനനാഥ് പ്രഭുജിയെ പോലെയുള്ള ആരെയും വിളിച്ച് പ്രഭു ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ
അദ്ദേഹം പറയും അതൊന്നും വിഷയമില്ല, ഞങ്ങളൊക്കെ ഇല്ലേ, നമുക്ക് എല്ലാം ശരിയാക്കാം, അല്ലെ? അപ്പൊ സമാധാനം കിട്ടും. പക്ഷെ അടുത്ത പ്രശ്നം വരുമ്പോഴത്തേക്കും ആ ശാന്തി സമാധാനമൊക്കെ കപ്പൽ കയറും, അല്ലെ? അപ്പൊ അതേപോലെ തന്നെ പക്ഷെ ഭഗവാന്റെ ആത്മാവിൽ നിന്ന് വരുന്ന ആ ആനന്ദം അനുഭവിച്ചറിയുമ്പോൾ മാത്രമാണ് ആ അളവറ്റ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ, അല്ലെ? നമുക്ക് എല്ലാവർക്കും കുടുംബമുണ്ട്. അപ്പൊ ഇതെല്ലാം ഭഗവാന്റെ സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെ? ഭഗവാന്റെ സേവനം, ഭഗവാൻ നമുക്ക് എന്ത് തരും എന്നുള്ളതിൽ അപേക്ഷിച്ചുള്ള ഭഗവാന്റെ സേവനം നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, അല്ലെ? പൈപ്പിൽ കൂടി വെള്ളം പോകുന്ന വളരെ ഫോഴ്സ്ഫുൾ ആയിട്ട് പൈപ്പിൽ എപ്പോഴും നമ്മൾ മോട്ടർ അടിക്കുമ്പോഴൊക്കെ വെള്ളം പോകാറില്ലേ? ശുദ്ധജലം. ആ ശുദ്ധജലം കൃഷ്ണാവബോധമാണ്. ആ പൈപ്പിന് എന്ത് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈപ്പ് ഫുൾ ടൈം അത് ക്ലീൻ ആയിക്കൊണ്ടിരിക്കും, അല്ലെ? വെള്ളം ഇങ്ങനെ ശുദ്ധജലം പോയി പോയി നല്ല ക്ലീൻ ആവും. അതേപോലെ തന്നെയാണ് കൃഷ്ണാവബോധം. നമ്മള് ഭഗവാൻ കൗന്ദേയ ജ്ഞാതേഷോരമതേ ബുധഃ. ബുദ്ധിമാൻ ഭൗതിക കേന്ദ്രീയങ്ങളുമായുള്ള ബന്ധം മൂലമുണ്ടാകുന്ന ദുഃഖങ്ങളിൽ പങ്കുകൊള്ളാറില്ല. അല്ലയോ കുന്തിപുത്ര, ഭൗതിക സുഖങ്ങൾക്ക് ആദ്യവും അവസാനവും ഉള്ളത് കൊണ്ട് അവയിൽ ഒരിക്കലും ബുദ്ധിമാന്മാർ സന്തോഷം കൊള്ളുന്നില്ല. അപ്പൊ വീണ്ടും ഭഗവാൻ ഈ ദ്വന്ദ്വത്തെ കുറിച്ചാണ് പറയുന്നത്, അല്ലെ? കാരണം അത് വളരെ ശക്തിയുള്ളതാണ്, അല്ലെ? പ്രബലനാണ്. ഈ ഭൗതിക പ്രപഞ്ചം ക്ഷണികമാണ്, പക്ഷെ അത് വളരെ എന്താണ് ദുർഗാദേവിയുടെ നിയന്ത്രണത്തിലുള്ളതാണ്. അപ്പൊ നമ്മൾക്ക് ഈ ജനന മരണ ചക്രങ്ങളിൽ പെട്ടുഴലുന്ന പലവിധ കാരണങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോ നമുക്കറിയാം നമ്മുടെയൊക്കെ ആയുസ് എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? 100 വയസ്സാണ് പറയുന്നത്. 100 വയസ്സ് ആരൊക്കെ താണ്ടുന്നുണ്ടെന്നുള്ളത് നമ്മൾ പേപ്പറിൽ കൂടി വായിച്ച വരും. കാരണം ഒരു കടലാമ ജീവിക്കുന്നത് നമുക്കറിയാം 320 വർഷം. അല്ലെ? അയൽവാസി അപ്പുറത്തെ അവന്റെ സ്ഥലം എടുക്കാൻ നോക്കുന്നത്, ഇങ്ങനെയുള്ള അനവധി പ്രശ്നങ്ങൾ, ബന്ധുമിത്രാദികൾ തമ്മിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അല്ലെ? പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയാം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ജീവിതം ക്ഷണികമാണെന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിത് മനസ്സിലാക്കില്ല. നമ്മൾ ആ മിഥ്യാഹങ്കാരത്തിന്റെ പുറത്ത് നമ്മളിത് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, അല്ലെ? അപ്പോ നമുക്ക് എന്താ പറയുന്നത്, അതിനെയൊക്കെ നമ്മൾ അതിജീവിക്കണമെങ്കിൽ ഭൗതിക ലോകം ക്ഷണികമാണെന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണമെങ്കിൽ നമ്മൾ കൃഷ്ണാബോധം ശീലിച്ചേ പറ്റുള്ളൂ. അപ്പൊ അതാണ് ഈ ശ്ലോകത്തില് ഭഗവാൻ പറയുന്നത്. അതായത് ഇതിനകത്ത് 2 കാര്യങ്ങള് ശ്ലോകം കോട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെ? അതായത് ഭാഗവത്തില് പറയുന്നുണ്ട്, മക്കളെ, ഈ മനുഷ്യജന്മത്തിൽ വിഷയസുഖങ്ങൾ നേടുവാനായി കഷ്ടപ്പെടുന്നതിൽ ഒരു യുക്തിയുമില്ല. മലഭോജികളായ പന്നികൾക്ക് പോലും ലഭ്യങ്ങളാണ് ആ സുഖങ്ങൾ. ഈ ജീവിതത്തിൽ നിങ്ങൾ തപസ് അനുഷ്ഠിക്കുകയാണ് വേണ്ടത്, എന്നാൽ സത്വശുദ്ധി ഉണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് അപരിമിതമായ അതീന്ദ്രിയമാനന്ദം അനുഭവിക്കാൻ കഴിയും എന്ന് പറയുന്നു, അല്ലെ? നമുക്കറിയാം പന്നികൾ പോലും അവര് മലം ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം പ്രഭു ബ്രേക്ക് ആവുന്നു, സൗണ്ട് ബ്രേക്ക് ആവുന്നു പ്രഭു. പ്രഭു വീഡിയോ ഓഫ് ചെയ്തോളൂ പ്രഭു, അപ്പം വോയിസ് കിട്ടുമായിരിക്കും. നമ്മൾ ഭഗവാന്റെ ഭക്തിയുത ഭഗവത് സേവനം ചെയ്യുക എന്നാണ് ഹരേ പറയുന്നത്. കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു. പ്രഭുവിന്റെ വീഡിയോ ഒന്ന് ക്ലോസ് ചെയ്തോളൂ. അപ്പോ കാരണം ബ്രേക്ക് ചെയ്യുന്നുണ്ട്, ഒത്തിരി ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ. അപ്പോ വീഡിയോ ഓഫ് ചെയ്താലേ നമുക്ക് ശരിക്കും കേൾക്കാൻ പറ്റും. ശരി മാഡം. നെറ്റ് കുറവാ.
ഹരി ബോൾ, ഹരേ കൃഷ്ണ. ഒന്നും കേൾക്കുന്നില്ല. ഒന്നും കേൾക്കുന്നില്ല. എന്റെ മാത്രം പ്രോബ്ലം ആണോ എന്ന് വിചാരിച്ചു ഞാൻ. ഒന്നും കേൾക്കുന്നില്ല. നെറ്റിന്റെ പ്രശ്നമാണോ? ശരണ്യ പ്രഭു തിരിച്ച് ജോയിൻ ചെയ്യുമായിരിക്കും. ഇപ്പം എക്സിറ്റ് ആയിട്ടുണ്ട്, കേറും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കേക്കാം പ്രഭു, കേക്കാം. തുടങ്ങിക്കോളൂ. സോറി മാതാജി, എന്തോ നെറ്റ്വർക്ക് പ്രോബ്ലം ആണ്. സാരമില്ല. ഹരേ കൃഷ്ണ. എന്തായാലും ശ്ലോകം 23 വായിക്കാം. ശക്നോതി ഹൈവ യഃ സോഢും പ്രാക്ശരീരാ വിമോക്ഷണാത് കാമക്രോധാദ്ഭവം വേഗം സയുക്തഃ സ സുഖീ നരഃ. അപ്പോ ഈ ലോകത്തില് ആരാണ് യഥാർത്ഥ സന്തോഷവാൻ എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നതാണ്. ഈ ശരീരം ത്യജിക്കുന്നതിന് മുമ്പ് ഭൗതികമായ ഇന്ദ്രിയങ്ങളുടെ ത്വരയെ ചെറുക്കുവാനും കാമക്രോധങ്ങൾ നിയന്ത്രിക്കാനും സാധിക്കുന്ന ആൾ നല്ല സ്ഥിതിയിൽ വർത്തിക്കുന്നു. അയാൾ ഈ ലോകത്തിൽ സന്തോഷവാനാണ് എന്ന് പറയാണ്. അപ്പൊ ഈ ലോകത്തിൽ ആരാണ് ഏറ്റവും കൂടുതൽ സന്തോഷവാൻ എന്ന് പറയാണ്? കാമക്രോധങ്ങൾ നിയന്ത്രിക്കുന്നവൻ, അല്ലെ? അതായത് വാക്ക്, മനസ്സ്, ഉദരം, രസന, ക്രോധം, അല്ലെ? ഇതിനെ നിയന്ത്രിക്കുന്നവരെയാണ് സ്വാമി എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് പല എന്താണ് പൂജാരിമാരെ എല്ലാവരും നമ്മൾ സ്വാമി എന്ന് വിളിക്കാറുണ്ട്, അല്ലെ? അപ്പോ ഗോസ്വാമി അല്ലെങ്കിൽ സ്വാമി എന്ന് പറയുന്ന ഇത്തരം കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്ന അല്ലെ നിയന്ത്രിച്ചിട്ടുള്ള ആളുകളെ മാത്രമേ നമുക്ക് എന്താണ് പറയുന്നത് സ്വാമി എന്ന് വിളിക്കാൻ സാധിക്കുള്ളൂ. അത് നിരന്തര പരിശ്രമത്തിലൂടെ കാമക്രോധം നിയന്ത്രിക്കേണ്ടി വരും, അല്ലെ? അപ്പോ അത് എന്താണ് നമ്മുടെ കടമയാണ്. ശരിക്കും നമ്മൾ ഈ കാമക്രോധം നിയന്ത്രിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അപ്പൊ നമ്മളെല്ലാവരും തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, കൃഷ്ണാബോധം പല സമയത്താണ് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത്, അല്ലെ? നമുക്ക് ജനിച്ചപ്പോൾ മുതൽ കിട്ടാൻ നമ്മൾ ബ്രാഹ്മണനായിട്ട് ജനിച്ചാൽ പോലും നമുക്ക് കൃഷ്ണാബോധം കിട്ടണമെന്ന് നിർബന്ധമില്ല. അതൊരു വൈഷ്ണവന്റെ എന്താണ് ഒരു കരുണ കൊണ്ട് മാത്രമേ നമുക്ക് അത് നേടാൻ സാധിക്കുകയുള്ളൂ, അല്ലെ? അപ്പൊ നമ്മള് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. നമ്മളിനി ഒരുപാട് ഇത് മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ കാമക്രോധങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമായിട്ട് ഭഗവാൻ ഈ ശ്ലോകത്തില് പറയുന്നത്. ആത്മസാക്ഷാത്കാരത്തിൽ എത്തിയാൽ മാത്രമേ അദ്ദേഹം സന്തുഷ്ടനാവുന്നുള്ളൂ എന്നാണ് പറയുന്നത്. 24-ാമത്തെ ശ്ലോകം. യോ അന്ധഃ സുഖോ അന്ധരാരാമ തഥാന്തർജ്യോതിരേവ യഃ സ യോഗി ബ്രഹ്മ നിർവാണാം ബ്രഹ്മപൂതോ അധിഗച്ഛതി. ഊർജ്ജസ്വലനും ആനന്ദവും സുഖവും തന്നിൽ തന്നെ കുടികൊള്ളുന്നവനുമായ ഒരാളാണ് അന്തർമുഖനായ തികഞ്ഞ യോഗി. ബ്രഹ്മനിർവാണം പൂകിയായാൽ മരണാനന്തരം പരമപദം പ്രാപിക്കും. അപ്പോ ഇതില് നമുക്കറിയാം രണ്ട് ടൈപ്പ് എന്താ പറയുന്നത്, പ്രഭാതത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ബ്രഹ്മഭൂതാവസ്ഥ, ഈ അവസ്ഥയിലെത്തിയ യോഗി സ്വധാമമായ ഭഗവത് ധാമം പ്രാപിക്കുമെന്ന് ഉറപ്പാണെന്ന് ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതില് രണ്ട് കാര്യങ്ങൾ നമുക്ക് എടുക്കാം. ഒന്ന്, രണ്ട് ടൈപ്പ് ആളുകളെ കുറിച്ചാണ് പറയുന്നത്, അല്ലെ? ഒന്ന് ഭജനാനന്ദി, അങ്ങനെയുള്ള ഗുരുക്കന്മാര് നമുക്കുണ്ട്, അല്ലെ? ഭജനാനന്ദി എന്ന് വെച്ചാൽ സ്വയം അവര് എന്താ പറയുന്നത്, അവര് ഉള്ളിൽ ആനന്ദിക്കുകയും അവരുടെ ഡെയിലിയുള്ള കാര്യക്രമങ്ങളെല്ലാം തന്നെ അവർ ധ്യാനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ, ആ ആനന്ദാവസ്ഥയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഭഗവാനുമായിട്ട് അവർ കണക്റ്റഡ് ആയതുകൊണ്ട് അവർക്ക് അതെല്ലാം നടന്നു പോകും. അവരുടെ ജീവിതത്തിൽ എന്താണോ ആ കാര്യങ്ങളൊക്കെ വേണ്ടത് എല്ലാം അയാൾക്ക് എവിടെയെങ്കിലും മൗനമായിരുന്നു തന്നെ തന്നെ ജീവിത പ്രവർത്തനങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്ന പറയുന്നത്. രണ്ടാമത്തെ പറയുന്നതാണ് ഗോഷ്ഠ്യാനന്ദി. ഗോഷ്ഠ്യാനന്ദി എന്ന് വെച്ച് കഴിഞ്ഞാല് സംഘം ചേർന്ന്, അതാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെ? കാരണം നമുക്ക് നമ്മുടെ എല്ലാ ഗുരുക്കന്മാരും ആ ഗോഷ്ഠ്യാനന്ദി ഉള്ള ആളുകളാണ്. അപ്പോ സംഘം ചേർന്ന് സത്സംഗത്തിൽ കൂടി
നമ്മൾ എന്താണ് പറയുന്നത്, ആ ആനന്ദം നേടുക, ആനന്ദം പകർന്നു കൊടുക്കുക. സത്സംഗത്തിന്റെ വളരെ ഇമ്പോർട്ടൻസ് ആണ് അവിടെ പറയുന്നത്. 25ാമത്തെ ശ്ലോകം, ലബന്ധേ ബ്രഹ്മ നിർവാണ മൃഷയ ക്ഷീണ കൽമഷ ഛിന്നദ്വൈതായതാത്മാനഃ സർവഭൂത ഹിതേരഥഃ. രംഗങ്ങൾക്ക് അതീതമായവരും മനസ്സ് തന്നിൽ തന്നെ വ്യാപരിക്കുന്നവരും എപ്പോഴും സകല ജീവജാലങ്ങളുടെയും ക്ഷേമൈശ്വര്യ പ്രവർത്തനങ്ങളിൽ തിരക്കിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരും ായിട്ടുള്ളവർ ബ്രഹ്മനിർവാണം പോകുന്നു. ഇപ്പൊ സർവ്വ ജീവജാലങ്ങളുടെയും ക്ഷേമത്തിന് വേണ്ടി നിരന്തരം പ്രവർത്തിക്കുന്ന ഭക്തൻ, അല്ലെ? കാരണം എന്താണ്? ഭഗവാനാണ് സകലതിന്റെയും ഉറവിടം എന്ന് ആ ഭക്തൻ അറിയാം, അല്ലെ? കാരണം നമുക്കറിയാം, ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളുടെ ഉള്ളില് ഭഗവാൻ പരമാത്മാവായിട്ട് വസിക്കുന്നുണ്ട്, അല്ലെ? ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ശരീരം നമ്മള് വളരെ തുച്ഛമായിട്ട് കണക്ക്. പലരും ആത്മഹത്യയൊക്കെ ചെയ്യുന്നുണ്ട്. ആത്മഹത്യ എന്ന് പറഞ്ഞ വാക്കിന് തെറ്റാണ്. ചെയ്യുന്ന ആൾക്കാർ, കാരണം ആത്മാവിന് ഒരിക്കലും നാശമില്ല, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോ നമ്മുടെ ശരീരം അല്ലാതെ അതിനു മുമ്പ് കളഞ്ഞാൽ തന്നെ എന്ത് പറ്റും? നമ്മുടെ എല്ലാ ബലങ്ങളും ഞാനപ്പാൻ വായിക്കുന്നത്, പക്ഷെ ആരും അതിന് കേൾക്കുന്നില്ല. അതിന്റെ അർത്ഥ തലങ്ങളിലേക്ക് കോളേജിലെ കുട്ടികൾ വളരെ അതിൽ തടഞ്ഞു നിർത്തുകയും അതിൽ ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ടോ ഇപ്പോ? പ്രഭുജി വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഹരേ കൃഷ്ണ, ഇപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നോ? ഇല്ല പ്രഭു, ഒരു 2 മിനിറ്റ് മുമ്പുള്ളത് വരെ കേട്ടിട്ടില്ല പ്രഭു. 2 മിനിറ്റ് കട്ടായി. ഓക്കെ ഓക്കെ. 25ാം ശ്ലോകം തുടങ്ങിയത് കേട്ടിരുന്നോ? 25 ഏതാണ്ട് കേട്ടു. ഓക്കെ ഓക്കെ. ഹരേ കൃഷ്ണ. അപ്പോ സർവ്വജീവജാലങ്ങളെയും ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഭക്തനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഒരു എന്താ പറയുന്നത്, ചങ്ങമ്പുഴ പാർക്കിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ് പറഞ്ഞത്. അതായത് ഒരു നായയെ ഒരു കാർ ഇടിച്ച സമയത്ത് ആ നായയെ എന്താ പറയുന്നത്, കുറച്ച് കുട്ടികൾ ചേർന്നിട്ട് അതിനെ എടുത്ത് എൻ്റെ വണ്ടിയിൽ കയറ്റി നേരെ മൃഗാശുപത്രി കൊണ്ടുപോയി. അവിടെ ഒന്ന് ഭയങ്കര ബഹളവും, അതിന് കുട്ടികളാണ്, അവർക്ക് എന്താ പറയുന്നത് ഭയങ്കര പവറാണ്. അപ്പോൾ നമ്മൾ അവരെ അനുസരിച്ചു. അവിടെ കൊണ്ടുപോയി അതിനെ രക്ഷപ്പെടുത്താനുള്ള ഡോക്ടർമാരായിട്ടൊക്കെ തട്ടിക്കേറിയിട്ട് അതിനെ രക്ഷപ്പെടുത്താനുള്ള പരിപാടികളൊക്കെ ചെയ്തു. അപ്പൊ ഞാൻ അതിനകത്ത് ആ ഒരു നേതാവെന്ന് തോന്നിക്കുന്ന ഒരു പയ്യനടുത്ത് ഞാൻ ചോദിച്ചു, ഇതിനെ നിങ്ങളായിട്ട് എന്ത് ചെയ്യും? ഇതിനെ വീണ്ടും തിരിച്ച് എന്താ പറയുന്നത് തെരുവിലേക്ക് തന്നെ ഇറക്കി വിടും, അതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതിനെ രക്ഷിച്ചു, പക്ഷെ സകല ജീവജാലങ്ങളെയും രക്ഷിക്കാനുള്ള ബാധ്യത നമുക്ക് ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു തെരുവ് നായയാണ്. അപ്പൊ മറ്റുള്ള ജീവജാലങ്ങളോട് നമുക്ക് യാതൊരു വിധത്തിലുള്ള എന്താ പറയുന്നത് കരുണയൊന്നുമില്ല, ദയയില്ല. മറിച്ച് എന്താ പറയുന്നത്, ഇങ്ങനെയുള്ള ചില മൃഗങ്ങളോടും മാത്രം നമുക്ക് വളരെ കേൾക്കുന്നില്ല പ്രഭു. ോടുള്ള കരുണ അങ്ങനെ ആ കുട്ടിയെ കേൾക്കണില്ലല്ലേ? കൃഷ്ണ. ഹരേ കൃഷ്ണ.
പ്രഭു കേൾക്കാം. ഹരേ പ്രഭു കൃഷ്ണ. ലൊക്കേഷൻ മാറി വല്ലോം ട്രൈ ചെയ്തോളുന്നു പ്രഭു. ഇപ്പൊ കേക്കാം പ്രഭു. നെറ്റ്വർക്ക് ഭയങ്കര പ്രോബ്ലം. ഓക്കെ ഓക്കെ. അപ്പോ ആ ബോധത്തോടെ പ്രവർത്തിക്കുക. കൃഷ്ണാബോധം എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിൽ ഭഗവാൻ ഉണ്ട് എന്നുള്ളൊരു ആ ബോധം ഉണ്ടായാൽ മാത്രമേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനായിട്ട് കണക്റ്റഡ് ആവുക, യോഗാവസ്ഥയിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. അതായത് ഭഗവാനെ കുറിച്ച് പറയുന്നത് പരമാസ്വാദകൻ, പരമാധികാരി, പരമസുഹൃത്തും ഭഗവാനാണ്, അല്ലെ? പരമാധികാരി ഭഗവാനാണ്. ഇത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കലാണ് ശരിക്കും രാഷ്ട്രീയ അല്ലെങ്കിൽ ജനനേതാക്കളുടെയൊക്കെ ലക്ഷ്യം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ലക്ഷ്യം ഇതായിരിക്കണം. അതായാൽ മാത്രമേ നമുക്ക് പറയുന്ന ഈ ക്ലേശങ്ങൾക്ക് ബ്രേക്ക് ഉണ്ടാവുള്ളൂ, അല്ലെ? എന്നാൽ മാത്രമേ ക്ലേശങ്ങൾ ഇല്ലാണ്ടിരിക്കുള്ളൂ. പക്ഷെ അത് മനസ്സിലാക്കാത്ത നേതാക്കന്മാരാണ് നമ്മളെയൊക്കെ ഭരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റും, ഇന്നത്തെ രാഷ്ട്രീയത്തില് നമുക്ക് അതിന്റെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇനി 26ാമത്തെ ശ്ലോകം. ലഭന്തേ ഹരേ കൃഷ്ണ. പ്രഭു 26 ഹരേ കൃഷ്ണ കേൾക്കുന്നുണ്ടോ? 26 ഞാൻ ഒന്ന് ലൊക്കേഷൻ ഒന്ന് മാറിയിരിക്കണം. മാതാജി ഒരു സെക്കൻഡ്. പുറത്ത് കടന്നിരിക്കും. ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ മാതാജി? കേൾക്കാം. ഹരേ 26 അല്ലേ മാതാജി? ഇപ്പോ അതെ 26 അല്ലേ? അതെ. ഓക്കെ. ഹരേ കൃഷ്ണ. 26ാമത്തെ ശ്ലോകം. കാമക്രോധ വിമുക്താനാം യതീനാം യതചേതസാം അഭിതോ ബ്രഹ്മ നിർവാണം വർത്തതേ വിദിതാത്മനാം. കാമക്രോധങ്ങൾ ഒഴിഞ്ഞ് അച്ചടക്കത്തോടെ പരിപൂർണതയ്ക്ക് വേണ്ടി അനവരതം യത്നിക്കുന്ന ആത്മസാക്ഷാത്കാരം നേടിയവർക്ക് അജിരേണ പരമപദപ്രാപ്തി സുനിശ്ചിതമാണ്. ഇപ്പോ കാമക്രോധങ്ങൾക്ക് എത്രയധികം ഇമ്പോർട്ടൻ്റ് എന്ന് വീണ്ടും ഭഗവാൻ ഓരോ ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. കാരണം വളരെ ബുദ്ധിമുട്ടാണ് അത് നിയന്ത്രിക്കാൻ. ആഗ്രഹം നമുക്ക് ഇല്ലാണ്ടാക്കാൻ സാധിക്കുമോ? ഇല്ല, അല്ലെ? ഒരിക്കലും സാധിക്കാത്തൊരു കാര്യമാണ് ആഗ്രഹം ഇല്ലാണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളത്. കാരണം ഗൃഹസ്ഥരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി ക്രോധം, ക്രോധം നമുക്കറിയാം. ആഗ്രഹം ബ്രേക്ക് ആകുമ്പോൾ നമുക്ക് എന്തായാലും ക്രോധം വരിക തന്നെ ചെയ്യും. അപ്പൊ ഇത് രണ്ടും ഭഗവാന്റെ കാര്യത്തിനായിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. ഹനുമാന്റെ ഉദാഹരണം നമുക്കുണ്ട്, അല്ലെ? ഹനുമാൻ ശ്രീരാമചന്ദ്ര സ്വാമിക്ക് വേണ്ടിയിട്ട് ഏത് രീതിയിലാണ് അദ്ദേഹത്തിന്റെ ക്രോധം ഉപയോഗിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോ നമുക്ക് നമ്മുടെ ആഗ്രഹം എപ്പോഴും കൺട്രോൾഡ് ആയിരിക്കണം. നമ്മൾ അധികമായിട്ടുള്ള ആഗ്രഹം നേടിക്കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ രജോ ഗുണം കൂടും, സത്വഗുണം കുറയുകയും ചെയ്യും. നമുക്കറിയാം, ഒരു 50 വയസ്സുള്ള ഒരാള് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടപ്പോൾ പറയാണ്, ഒരു 50 ലക്ഷം രൂപയുടെ ലോൺ എടുത്തിട്ട് വീട് ഒന്നും കൂടി മോഡിഫൈ ചെയ്യാൻ പോകുമെന്ന് പറയുന്നത്. അപ്പൊ 50 വയസ്സ് കഴിഞ്ഞിട്ട് ഈ ലോണുടെ 20 വർഷത്തെ ലോൺ കാലാവധിയാണ് കിട്ടുന്നത്, അല്ലെ? അപ്പൊ അദ്ദേഹം അത് എടുക്കുന്നത്, അദ്ദേഹം അത് അടച്ചു തീർക്കുന്നവരെ അദ്ദേഹം ജീവിക്കുമോ മരിക്കുമോ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ അതാണ് നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത്. നമുക്ക് അറിയാം നമ്മൾ ഇത്രയും നാളൊക്കെ ഉണ്ടാവുള്ളൂ, ഇതാണ് നമ്മുടെ ക്ഷണികമായുള്ള ജീവിതം എന്ന്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വീണ്ടും വീണ്ടും ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഭഗവാന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ആഗ്രഹത്തിനെ നമ്മളൊന്ന് ട്വിസ്റ്റ് ചെയ്യാൻ മാത്രമാണ് ചെയ്യേണ്ടത്, ശരിക്കും പറഞ്ഞത്. അപ്പോ മുക്തിക്ക് വേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി സജ്ജനങ്ങള് നമുക്കുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് വൈഷ്ണവൻ എന്നാണ് ഈ ശ്ലോകം, ഈ ഭാവാർത്ഥത്തിലെ പ്രഭാതര് നമുക്ക് പറഞ്ഞു തരുന്നത്. കാമക്രോധങ്ങൾ ഒഴിഞ്ഞ് അച്ചടക്കത്തോടെ പരിപൂർണതയ്ക്ക് വേണ്ടി അനവരതം യത്നിക്കുന്ന ആത്മസാക്ഷാത്കാരം നേടിയവർക്ക് അജിരേണ പരമപദപ്രാപ്തി സുനിശ്ചിതമാണ് എന്ന് പറയുന്നു, അല്ലെ?
ദർശനം, ധ്യാനം, സ്പർശം എന്നിവ കൊണ്ട് മാത്രം മത്സ്യങ്ങളും ആമകളും പക്ഷികളും മക്കളെ പുലർത്തിപ്പോരുന്നു. ഹേ പത്മജ, ഞാനും അങ്ങനെ തന്നെ എന്ന് ഭഗവാൻ പറയാണ്. അപ്പോൾ നോട്ടം കൊണ്ട് മാത്രമാണ് ശരിക്കും മത്സ്യം കുഞ്ഞുങ്ങളെ പോറ്റുന്നതെന്ന് പറയുന്നത്. ആമ ധ്യാനം കൊണ്ട്, അല്ലെ? കരയിലാണ് ആമ മുട്ടയിടുന്നത്. വെള്ളത്തിൽ കിടന്നുകൊണ്ട് ആ മുട്ടകളെ മനസ്സൂന്നിയിട്ട് അതിനെ വിരിയിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതിനെ നിയന്ത്രിക്കുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഭൗതിക ക്ലേശങ്ങളുടെ ആഘാതം അനുഭവപ്പെടാതിരിക്കണമെങ്കിൽ സദാ പരമപുരുഷനിൽ മൊഴിയിരിക്കുന്നത് മൂലം പ്രാപഞ്ചിക ക്ലേശങ്ങൾ തീണ്ടാത്ത ആ അവസ്ഥയാണ് ബ്രഹ്മനിർവാണം എന്നിവിടെ പറയുന്നത്. 27ാമത്തെ ശ്ലോകം. സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാം ചക്ഷുശ്ചൈവാന്തരേ ഭ്രുവോ പ്രാണാപാനോ സമോ കൃത്വാ നാസാഭ്യന്തരചാരിണോ. 28ാമത്തെ ശ്ലോകം. യദേന്ദ്രിയാ മനോ ബുദ്ധിർ മുനിർമോക്ഷ പരായണഃ വിഗതേച്ഛ ഭയക്രോധായ സദാ മുക്ത ഏവ സഹ. വിവർത്തനം. ബാഹ്യവിഷയങ്ങളെല്ലാം നിരോധിച്ചും പുരികങ്ങൾക്കിടയിൽ ദൃഷ്ടി ഉറപ്പിച്ചും ശ്വാസോച്ഛ്വാസങ്ങളെ നാസാദ്വാരങ്ങളിൽ സമനിലയിൽ നിർത്തിയും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും നിയന്ത്രിച്ച് മുക്തി ലക്ഷ്യമാക്കിയ യോഗി രാഗദ്വേഷങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും മോചനം നേടുന്നു. സദാ ഇതേ അവസ്ഥയിൽ പുലരുന്ന അയാൾ മുക്തൻ തന്നെ എന്ന് പറയുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു യോഗി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതെന്നും രാഗദ്വേഷങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും മോചനം നേടുന്നത് എന്നും ഇവിടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പൊ യോഗിയേക്കാൾ ശ്രേഷ്ഠമാണ് ഒരു ഭക്തന്റെ പ്രവർത്തനം എന്ന് പ്രഭാതര ഭാവാർത്ഥത്തിൽ അവസാനം പറയുന്നുണ്ട്. കാരണം യോഗി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളെപ്പോലുള്ള സാധാരണ ആള് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് എവിടെ പോകും? ഇവിടെ ഇരുന്ന് നേരെ അമേരിക്ക വരെയൊക്കെ പോയിട്ട് അവിടെയുള്ള പലതും കണ്ടിട്ടൊക്കെ തിരിച്ചു വരും, അല്ലെ? അപ്പോ ഒരു യോഗാവസ്ഥ എന്നുള്ള രീതി, ഇന്നത്തെ ആ ധ്യാനത്തിലിരിക്കുന്ന അഷ്ടാംഗ യോഗ സിദ്ധി എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് അപ്രാപ്യമായിട്ടുള്ള കാര്യമായിട്ടാണ് നടക്കുന്നത്. അപ്പോ ഭക്തിപൂർവകമായിട്ടുള്ള ഭഗവത് സേവനത്തിലൂടെ മാത്രമേ ഭഗവാനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ ജീവിതം കിട്ടിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അതിനാണ് പ്രഭാതര് ഭാവാർത്ഥത്തിൽ പറയുന്നത് തഴക്കം എന്നുള്ളൊരു വാക്ക്, അല്ലെ? നമ്മൾ അവരവരുടെ ജോലി വളരെ വൃത്തിയായിട്ട് ഭഗവാന്റെ പ്രീതിക്കായിട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സില് രേഷ്മാദേവി ചോദിക്കേണ്ടായിരുന്നു, അല്ലെ, എങ്ങനെയാണ് നമ്മൾ എല്ലാം ഭഗവാനായിട്ട് സമർപ്പിക്കുന്നത്? ഇത് ഒരു ബൈ പ്രാക്ടീസ് ആണ്. അത് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന എന്നാൽ വളരെ ശ്രേഷ്ഠകരമായുള്ള ഒരു പ്രവർത്തനമാണ്, അല്ലെ? ആദ്യമായി വേണ്ടത് ഇവിടെ മഹാമന്ത്രം, അല്ലെ? നാമജപ യജ്ഞം എന്നുള്ള ആ ജപം, കലിയുഗത്തിലെ ആ മന്ത്രം, ഹരേ കൃഷ്ണ 16 അക്ക മന്ത്രം നമ്മൾ സ്ഥിരമായിട്ട് ജപിക്കുക. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഭഗവാനെ ഉൾപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം നമുക്ക് എന്താ പറയുക, നമ്മൾ ഒരുപാട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ജോലി ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്, നമുക്ക് വേതനം കിട്ടും. ആ വേതനം ഭഗവാന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കുക. ഭഗവാനെ, എന്റെ വേതനമാണ്, ഈ മാസത്തെ വേതനമാണ്. അപ്പൊ അത് ഭഗവാനിൽ അർപ്പിതമായി അത് വെച്ച് വാങ്ങുന്ന വെജിറ്റബിൾസ് വെച്ചിട്ട് ഭഗവാന് ഭോഗമുണ്ടാക്കി കൊടുക്കുക. അത് ഭഗവാന് വേണ്ടിയിട്ട് ഉണ്ടാക്കുക. അപ്പോൾ അവിടെ നമുക്ക് തീർച്ചയായിട്ടും എല്ലാവിധ കാര്യങ്ങളും, അപ്പോൾ പൂർണ്ണമായിട്ടും നമ്മുടെ മനസ്സിൽ ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നത് കൊണ്ട് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. നമ്മുടെ കൈയൊക്കെ പലപ്പോഴും എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും തട്ടുമ്പോൾ നമ്മൾ ആദ്യമൊക്കെ എന്താ വിളിച്ചുകൊണ്ട് വെച്ചാൽ അയ്യോ, അമ്മേ, അച്ഛാ എന്നൊക്കെ വിളിക്കും. പക്ഷെ പിന്നീട് പതുക്കെ പതുക്കെ അതെന്താണ്, നമ്മുടെ ആ ഭാവം മാറിയിട്ട് നമ്മൾ കൃഷ്ണ, നാരായണ, മുകുന്ദ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങും. നമ്മുടെ കൈയൊക്കെ തട്ടുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടില്ല. കാരണം അത് നമ്മുടെ കർമ്മഫലമാണെന്ന് തിരിച്ചറിയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ അതാണ് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രായോഗികമാക്കാൻ കഴിയുന്ന കാര്യമായിട്ടാണ് ഭഗവാൻ ഇത് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോ അങ്ങനെയുള്ള ഈ ഇന്ദ്രിയ നിയന്ത്രണോപായം എന്ന നിലയിൽ കൃഷ്ണാവബോധം അഷ്ടാംഗ യോഗത്തേക്കാൾ ശ്രേഷ്ഠമാണെന്ന് പ്രഭാതരോടെ പറഞ്ഞു വെക്കുകയാണ്. 29ാം ശ്ലോകം. ഭോക്താരാം യജ്ഞ തപസാം സർവലോകാമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിമുച്ഛതി. യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവും ദേവന്മാരുടെയും സർവ്വലോകങ്ങളുടെയും അധിപനും എല്ലാ ജീവികളുടെയും സുഹൃത്തും അഭ്യുദയകാംക്ഷിയുമാണെന്ന് ഞാനെന്ന് മനസ്സിലാക്കിയ തികഞ്ഞ കൃഷ്ണാവബോധമുള്ള വ്യക്തി ഭൗതിക ക്ലേശങ്ങൾ ഒഴിഞ്ഞ് ശാന്തി നേടുന്നു എന്ന് പറയാണ്, അല്ലെ? അതായത് ഭഗവാൻ ഇവിടെ, നമുക്കറിയാം, നമ്മള് ഓരോരുത്തരെ കുറിച്ചും നമ്മളിപ്പോ പറയാറുണ്ട്, പ്രഭു ഭയങ്കര ശ്രേഷ്ഠനായ ഭക്തനാണ് എന്നൊക്കെ നമ്മളെ കുറിച്ച് പറയുമെങ്കിലും നമ്മുടെ ഉള്ളിലുണ്ട്, അല്ലെ, നമ്മളെന്താണ്, നമ്മൾ എത്രത്തോളം ഉയർന്നിട്ടുണ്ട്,
അയ്യോ നമ്മൾ മനസ്സ് ഇങ്ങനെയാണല്ലോ എന്നൊക്കെ അല്ലെ, നമുക്ക് സ്വയം വിലയിരുത്തിയല്ലേ. അപ്പോൾ ഭഗവാൻ ശരിക്കും ഭഗവാനെ കുറിച്ച് തന്നെ പറയുകയാണ് അല്ലെ, ഭഗവാനെ കുറിച്ച് ഭഗവാന് തന്നെയാണ് പറയാൻ സാധിക്കുക. കാരണം നമ്മള് അണുവാണ്, ഭഗവാൻ വിഭുവാണ്. അതിന്റെ ഒരു അംശം മാത്രമായിരിക്കും നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ ഒരു അംശം മാത്രമാണ് നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭഗവാനാണ് അത് പറഞ്ഞു തരാൻ ഏറ്റവും പ്രാപ്യം. വേറെ ആർക്കും അതിനെപ്പറ്റി പൂർണ്ണമായിട്ടുള്ള അറിവില്ല എന്ന് പറയുന്നുണ്ട് അല്ലെ. ഭഗവാൻ തന്നെ ഈ അർജുനന്റെ അടുത്ത് പറയുന്നുണ്ട്, അർജുന ഈ ഭഗവത്ഗീത മുഴുവൻ ശാസ്ത്രമാണ്, ഈ ശാസ്ത്രം മുഴുവൻ നീ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ ഇത് പറഞ്ഞു തരാണ്, നിന്റെ എന്താണ് അഭിപ്രായത്തെ, എന്റെ അഭിപ്രായം ഇത് നീ ചെയ്യണമെന്നാണെന്നാ പറയുന്നത്. അതേപോലെ തന്നെ ഭഗവാൻ പറയുന്നുണ്ട് ശ്രേഷ്ഠരായിട്ടുള്ള വ്യാസദേവൻ പോലെയുള്ള അങ്ങനെയുള്ള അവരുടെ അഭിപ്രായം ഇത് തന്നെയാണ് എന്ന് ഭഗവാൻ കോട്ട് ചെയ്യുന്നുണ്ട് ആദ്യം അല്ലെ. അപ്പോ അതാണ് പറയുന്നത്. അപ്പൊ കൃഷ്ണാവബോധം എന്നാൽ പരമപുരുഷനുമായി തനിക്കുള്ള ബന്ധത്തെപ്പറ്റി പൂർണ്ണമായി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനമാണ് കൃഷ്ണാവബോധം. എന്താ പറയുന്നത്, ഭക്തിയുത ഭഗവത്സേന എന്ന് പറയുന്നത്. അതിന്റെ പൂർണ്ണത എന്താണ്? ശ്രീകൃഷ്ണ ഭഗവാനെ പറ്റി തികഞ്ഞ ജ്ഞാനവും വിശുദ്ധമായൊരു ആത്മാവ് ഭഗവാന്റെ ഒരംശം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ നിത്യദാസനുമായി തീരും. അപ്പൊ നമ്മുടെ മൂലസ്വരൂപം എന്താണ്? നമ്മള് ഭഗവാന്റെ നിത്യദാസനാണ് എന്നുള്ള ഭാവം വരും അല്ലെ. അതാണ് ഈ ഇതിൽ പറയുന്നത്. അപ്പോ അതിന് ഒരുപാട് കാര്യങ്ങൾ ഭഗവാൻ ആ ഭാവാർത്ഥത്തിൽ പ്രഭാതർ വളരെയധികം നമുക്ക് പറഞ്ഞു തന്നെ. എല്ലാവരും, ഞാനിത് ഓടിച്ചു പോവുകയാണ്, പക്ഷെ എല്ലാവരും ഭഗവത്ഗീത ആ ശ്ലോകം ആ ഭാവാർത്ഥം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാവരും വായിച്ചിരിക്കണം അല്ലെ. അപ്പൊ അതിനകത്ത് പ്രഭാതർ വളരെ ദൃഷ്ടാന്തമായിട്ട് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോ കർമ്മയോഗം കൃഷ്ണാവബോധ പ്രവർത്തനം എന്ന ശ്രീമദ് ഭഗവത്ഗീതയിലെ 5-ാം അധ്യായത്തിന്റെ ഭക്തി വേദാന്ത വിശദീകരണം അവിടെ സമാപിക്കുകയാണ്. അപ്പൊ അടുത്ത അധ്യായം 6-ാമത്തെ അധ്യായം, നമ്മള് 6-ാമത്തെ അധ്യായം ധ്യാന യോഗത്തിലേക്കാണ് കടക്കുന്നത് അല്ലെ. കഴിഞ്ഞ അധ്യായം എന്താണ്, പുറമേ നമ്മൾ എല്ലാ കർമ്മങ്ങളും ചെയ്യുകയും എന്നാൽ അകമേ എല്ലാ ഫലങ്ങളെയും അതിന്റെ ഫലങ്ങളെല്ലാം ത്യജിക്കുകയും ചെയ്യണം. അതായത് ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യാനായിട്ട് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പൊ ആത്മീയ ജ്ഞാനം കൊണ്ട് ഭക്തിയുത ഭഗവത് സേവനം ചെയ്തുകൊണ്ട് നമ്മൾ പരമാനന്ദം നേടുക എന്നുള്ളതാണ് പറയുന്നത് അല്ലെ. അച്ഛനൊക്കെ മക്കളെ നോക്കുന്നത് എങ്ങനെയാണ്? അവരെ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ? അല്ല, അതേപോലെ തന്നെ നമ്മൾ സേവനം ചെയ്യണമെന്നാ പറയുന്നത്. അപ്പൊ ഈ അധ്യായത്തിലെ ധ്യാനയോഗം മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാനുള്ള ഒരു ധ്യാന മുറയാണ് ഈ ധ്യാനയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ ഇത് ഭഗവാനാണ് പറയുന്നത്. ഭഗവാൻ വീണ്ടും തുടരുകയാണ്. ശ്രീ ഭഗവാനുവാച അനാശ്രിതഃ കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സ സന്യാസി ച യോഗി ച നിരഗ്നിഗ്ന ചാക്രിയഃ. വിവർത്തനം ഭാവാർത്ഥമേവ ജനാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശില പ്രഭുപാദിക്ക് ജയ്. ശ്രീ ഭഗവാൻ പറഞ്ഞു, കർമ്മത്തിന്റെ ഫലത്തിൽ ആസക്തിയില്ലാതെ ധാർമ്മിക ബാധ്യത എന്ന നിലയിൽ കർമ്മം ചെയ്യുന്ന ആളാണ് സന്യാസി. അയാളാണ് യഥാർത്ഥ യോഗിയും, അല്ലാതെ അഗ്നിഹോത്രം ഉപേക്ഷിച്ചവനോ കടമ നിർവഹിക്കാത്തവനോ അല്ല എന്ന് പറയുന്നു അല്ലെ. അപ്പോ ഭഗവാൻ എന്താ പറയുന്നത്, മനസ്സിനെ ഈ അധ്യായത്തില് മനസ്സിനെ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിട്ട് ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു മുറയാണ് ശരിക്കും ധ്യാനയോഗം. അപ്പൊ ഭഗവാൻ പരമാത്മാവായ ഓരോ ജീവന്റെയും ഉള്ളിലുണ്ട്. ആ ഭഗവാനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ മാർഗം, അതാണ് ധ്യാനയോഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഷ്ടാംഗ യോഗം എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഭഗവാൻ ആദ്യം തന്നെ പറയുന്നത് അല്ലെ, മനോനിയന്ത്രണം അല്ലെ. ഒരു നിമിഷം പോലും അർജുനൻ, വില്ലാളി വീരനായ അർജുനൻ പോലും പറഞ്ഞു, എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല അല്ലെ. എല്ലാവരും നമ്മുടെ കുടുംബത്തെ പുലർത്താൻ വേണ്ടി സേവ ചെയ്യുന്നുണ്ട് അല്ലെ. ചെറുതോ വലുതോ ആയിട്ടുള്ള ജോലി, ഉദ്ദേശം ഒന്ന് തന്നെയാണ്. എന്താണ്, നമുക്ക് നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ നമ്മളൊരു ജോലിക്ക് പോകുമ്പോൾ, ഒരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ആ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ആ എടുക്കുന്ന ആൾക്കാർ അല്ലെ, അവിടുത്തെ MD കാര്യങ്ങൾ, മാനേജർമാര്, അവരെല്ലാവരും നമ്മോട് ചോദിക്കുന്നത് എന്തായിരിക്കും? നമ്മുടെ സ്കില്ലിനെ കുറിച്ച് അറിയാനാണ് അവർ ചോദിക്കുന്നത്. പലരും ചോദിക്കും. നമുക്കറിയേണ്ടത് ആകെ ഒരൊറ്റ കാര്യം ഉണ്ടാവുള്ളൂ, സാലറി അല്ലെ. ആ ശമ്പളം എത്രയാണെന്ന് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കാം അല്ലെ. ഈരാണ് അല്ലെ. അപ്പൊ നമ്മുടെ ഉദ്ദേശം ഇത് ഒന്ന് തന്നെയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രഭാതർ പറയുന്നുണ്ട്, ശരീരത്തിൽ ഓരോന്നും മുഴുവൻ ശരീരത്തിന്റെ തൃപ്തിക്കാണല്ലോ ആ ശരീരം പ്രവർത്തിക്കുന്നത്. ഓരോ അവയവങ്ങളെല്ലാം, കൈയാണെങ്കിലും കാലാണെങ്കിലും കണ്ണാണെങ്കിലും എല്ലാം തന്നെ ആ ശരീരത്തിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ ശരീരം തന്നിരുന്ന, നമ്മൾ ഭഗവാനിൽ നിന്ന് വിട്ടുപോന്നിരിക്കുന്ന ഭഗവാന്റെ അംശമാണ്. ഭഗവാന്റെ അതേ ക്വാളിറ്റി ഉണ്ട്, ക്വാണ്ടിറ്റി ഇല്ലാതെ മാത്രമേ ഉള്ളൂ. ആ ക്വാളിറ്റി ഉള്ള ആളാണ് നമ്മൾ ഓരോരുത്തരും, ജീവാത്മാക്കളെ. നമ്മളൊരു മഴത്തുള്ളി താഴ്ത്തു വരുന്ന അശുദ്ധമാവുന്നത് പോലെ, മഴത്തുള്ളി ഏറ്റവും
പ്യൂർ ആയിട്ടുള്ള വാട്ടറാണ്. അത് അശുദ്ധമാകുന്ന പോലെയാണ് നമ്മൾ ഈ ഭൗതിക ലോകത്ത് വന്ന് അശുദ്ധമായിരിക്കുന്നത്. അപ്പോൾ പരമപുരുഷന്റെ സംപ്രീതിക്കായിട്ട് ആ സ്വാർത്ഥ താല്പര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അതാണ് യഥാർത്ഥ സന്യാസിയും യഥാർത്ഥ യോഗിയും എന്ന് ഭഗവാൻ പറഞ്ഞു വെക്കുന്നത്. അതില് മഹാപ്രഭുവിന്റെ ഒരു ഇത് കോട്ട് ചെയ്യുന്നുണ്ട്. ന ധനം ന ജനം ന സുന്ദരീ കവിതാംബ ജഗദീശ കാമയേ മമ ജന്മനി ജന്മനീശ്വരേ ഭവദാത് ഭക്തിരഹീതുകി ത്വയി. ഹേ സർവശക്ത, ധനം സമ്പാദിക്കാനോ സുന്ദരികളുമൊത്ത് സുഖിക്കാനോ എനിക്ക് ആഗ്രഹമില്ല. അനേക ശിഷ്യന്മാരും എനിക്ക് വേണ്ട. ജന്മങ്ങൾ ഓരോന്നിലും അങ്ങയിൽ അഹൈത്തുകമായ ഭക്തി ഉണ്ടായാൽ മതി എന്ന് പറയുന്നുണ്ട് അല്ലെ. പ്രഭാതരെടുത്ത് പണ്ട് ഒരു ശിഷ്യൻ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് അങ്ങയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, ഞാൻ അങ്ങയെ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ പ്രഭാതർ പറയുന്നുണ്ട്, നീ എന്നെ പരിപൂർണമായിട്ട് വിശ്വസിക്കേണ്ടതില്ല, പക്ഷെ നീ ഭഗവാനെ പരിപൂർണമായിട്ട് വിശ്വസിക്കണം. ദാറ്റ് ഈസ്, അതാണ് യഥാർത്ഥ ഗുരു എന്ന് പറയുന്നത്, യഥാർത്ഥ വൈഷ്ണവൻ എന്ന് പറയുന്നത് അതാണ് അല്ലെ. അപ്പോ അതാണ് ഇവിടെ പറയുന്നത്, അനേക ശിഷ്യന്മാരും ഉണ്ടാവണമെന്നുള്ള ആഗ്രഹം, അങ്ങയിൽ അഹൈത്വകമായ ഭക്തി ഉണ്ടാവും എന്നാണ് പറയുന്നത്. സർവശക്തൻ, ധനം സമ്പാദിക്കാനോ സുന്ദരികളുമൊത്ത് സുഖിക്കാനോ എനിക്ക്, ഇന്നത്തെ സമൂഹം പോകുന്നത് അതിനുവേണ്ടി മാത്രമാണ്. പക്ഷെ അതല്ല, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം ഇതാണെന്ന് ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. ശ്ലോകം 2. യം സന്യാസമിതി പ്രാഹുർ യോഗം തം വിദ്ധി പാണ്ഡവ ന ഹേ സംന്യസ്ത സങ്കൽപ്പോ യോഗി ഭവതി കശ്ചന. പരിത്യാഗം എന്ന് പറയുന്നത് യോഗം തന്നെയാണെന്ന് നീ അറിയണം. യോഗം എന്നാൽ പരമപുരുഷനുമായി ബന്ധം സ്ഥാപിക്കുക എന്നതാണ്. പണ്ട് പുത്ര, ഇന്ദ്രിയ സുഖങ്ങളിലുള്ള തൃഷ്ണ ഉപേക്ഷിക്കാതെ ആർക്കും ഒരിക്കലും യോഗിയാവാനില്ല. നമ്മൾ പല രീതിയിലുള്ള യോഗ ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ടല്ലേ. പതഞ്ജലി യോഗയുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള യോഗകളുണ്ട്. പക്ഷെ ഇതെല്ലാം ശാരീരികത്തിന് വേണ്ടിയിട്ട്, ശരീരം നിലനിർത്താനും ശരീരത്തിന്റെ സുഖത്തിനും വേണ്ടി മാത്രമാണെങ്കിൽ ഇതിലൊന്നും യാതൊരു കാര്യമില്ല. മറിച്ച് യോഗ അവസ്ഥ എന്ന് പറയുന്നത് ഭഗവാനുമായിട്ടുള്ള, ആത്മാവും പരമാത്മാവുമായിട്ടുള്ള കണക്ഷനെയാണ് യോഗം അല്ലെങ്കിൽ യോഗ എന്ന് പറയുന്നത്. കാരണം നമ്മൾ തടസ്ഥ ശക്തിയാണ് പരമപുരുഷന്റെ. അപ്പോ നമ്മൾ ഭൗതിക ലോകത്ത് അകപ്പെട്ടു പോയപ്പോൾ നമ്മൾ ബന്ധനായി അല്ലെ. ഇനി ആ ജനന മരണ ചക്രത്തിൽ നിന്ന് പുറത്തു വരുന്നെങ്കിൽ കൃഷ്ണാവബോധം ഉണ്ടാവണം. കൃഷ്ണാവബോധം ഉണ്ടാവണമെങ്കിൽ എന്ത് സംഭവിക്കണം? നമുക്ക് ഒരു ശ്രേഷ്ഠനായ വൈഷ്ണവന്റെ സത്സംഗം നമുക്ക് കിട്ടണം. അപ്പോ അങ്ങനെയുള്ള ഭക്തന് മാത്രമേ എപ്പോഴും അദ്ദേഹം ഭഗവത് പ്രണനത്തിൽ മുഴുകിയിരിക്കും. പരമപുരുഷനെ കുറിച്ച് അറിയാത്തവരാണ് സ്വാർത്ഥപൂർത്തിക്കായുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടേണ്ടി വരുന്നത്. നമ്മളെല്ലാവരും പരമപുരുഷനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള കർമ്മങ്ങളിലൊക്കെ ഏർപ്പെടുന്നത്. അപ്പോ കൃഷ്ണാവബോധ പരിശീലനം വഴി എല്ലാ ഉദ്ദേശങ്ങളും പൂർണ്ണമായിട്ട് ഫലവത്താകുന്നു എന്ന് ഭഗവത്ഗീത പറയുന്നുണ്ട്. ശ്ലോകം 3. ആരുരുക്ഷോർമുനേർ യോഗം കർമ്മ കാരണമുച്യതേ യോഗാരൂഢസ്യ തസ്സൈവ ശമഃ കാരണമുച്യതേ. അഷ്ടാംഗ യോഗ പദ്ധതിയിൽ പ്രാരംഭകനായ സാധകന് കർമ്മമത്രേ മാർഗം. യോഗസിദ്ധിയാൽ ഉയർന്നവനാവട്ടെ എല്ലാ ഭൗതിക പ്രവർത്തനങ്ങളുടെയും നിരോധനമാണ് ഉപായം. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പരമപുരുഷനുമായി ബന്ധിക്കുന്നതിന് യോഗം എന്ന് പറയുന്നു അല്ലെ. അപ്പോൾ ജ്ഞാനയോഗമുണ്ട്, ധ്യാനയോഗം, ഭക്തിയോഗം എന്നിങ്ങനെ പേരുണ്ട് അല്ലെ. ആദ്യത്തെ പടി എന്താണ്? യോഗ രുരുക്ഷു എന്ന് പറയും. യോഗ രുരുക്ഷു എന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചിട്ടുള്ളൂ നമ്മളെല്ലാവരും അല്ലെ. അങ്ങനെയുള്ള ആളുകളാണ് യോഗാരുക്ഷു എന്ന് പറയുന്നത്. ഒടുവിലത്തെ യോഗാരൂഢമാണ് അല്ലെ. അത് അടുത്ത ഇതിനകത്ത് പറയുന്നുണ്ട്, അതുകൊണ്ട് അതിനകത്ത് പറ്റി ഇപ്പൊ ഞാൻ പറയുന്നില്ല. അപ്പോൾ അഷ്ടാംഗ യോഗ പദ്ധതിയിൽ എന്താ പറയുന്നത്, നമ്മൾ ആ യോഗാരുക്ഷ ഇതായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ. അതായത് നമ്മൾക്ക് മറ്റൊന്നും അറിയില്ല, നമ്മള് കൃഷ്ണാവബോധത്തില് ഭഗവാനാണ് സുപ്രീം എന്ന് നമുക്ക് മനസ്സിലായി, നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് വെച്ച് നിൽക്കുകയാണ് അല്ലെ. അപ്പോൾ കൃഷ്ണാവബോധം മാറുന്ന വ്യക്തിയാവട്ടെ എപ്പോഴും കൃഷ്ണനെ കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ട് ആദ്യം മുതൽക്കേ ധ്യാനാവസ്ഥയിലാണ്. എപ്പോഴും കൃഷ്ണസേവനത്തിൽ ഏർപ്പെട്ടിരിക്കിയാൽ അയാളുടെ ലൗകിക പ്രവർത്തനങ്ങളെല്ലാം നിലച്ചതായും കണക്കാക്കാം. അത് കൃഷ്ണാവബോധം മാറുന്ന അതിൽ നിൽക്കുന്ന വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. ശ്ലോകം 4. യഥാ ഹിനേന്ദ്രിയാർത്ഥേഷു ന കർമ്മസ്വനുഷജ്ജതേ സർവ സങ്കൽപ്പ സന്യാസി യോഗാരൂഢസ്ഥോച്യതേ. ഭൗതിക തൃഷ്ണകളെല്ലാം ത്യജിച്ച് ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയോ ഫലം ഉദ്ദേശിച്ചോ യാതൊന്നും പ്രവർത്തിക്കാത്ത ആളെ യോഗാരൂഢൻ എന്ന് പറയാം. മനസ്സിലായില്ലേ? ആ യോഗാരൂഢൻ എന്ന് പറഞ്ഞാൽ അതില് ആ ഭൗതിക തൃഷ്ണകളെല്ലാം ത്യജിച്ചു, അദ്ദേഹം അതിനുള്ളിലാണ് അല്ലെ. അതീന്ദ്രിയ പ്രേമം, ഭഗവത് സേവനത്തിൽ മുഴുകിയ ഒരാൾ സ്വയം തൃപ്തനാണ് എന്ന് പറയുകയാണ്. അതായത് യോഗയുടെ ആ പടവ്, ആ സ്റ്റെപ്പ് കയറുന്നതിന് മുമ്പ്
ഭൗതിക തൃഷ്ണങ്ങളിൽ നിന്ന് സ്വയം മോചിതരാകാൻ യാന്ത്രികമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കാനേ വേണം. നമ്മുടെ ഗുരുമരാജ് പറയാറുണ്ട്, മനഃപൂർവ്വം നമ്മൾ ശ്രമിക്കണമെന്നാണ് പറയുന്നത്. മനഃപൂർവ്വം നമ്മൾ ശ്രമിക്കണം കൃഷ്ണാവബോധം. അതായത് നമ്മുടെ നാമം ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പോകുമ്പോൾ നമ്മൾ മനഃപൂർവ്വം കൃഷ്ണ എന്നൊക്കെ ഒച്ചയിൽ വിളിച്ചുകൊണ്ടിട്ട്, ഒച്ചയിൽ നാമം ജപിച്ചുകൊണ്ട് ആ ഭഗവാനെ തിരിച്ച് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് തിരിച്ചു കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, മനഃപൂർവ്വം നമ്മൾ പല രീതിയിൽ പല സേവകളും ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. ചില സേവകൾ ചിലപ്പോൾ ചിലർക്ക് ക്ലീനിങ് താല്പര്യം ഉണ്ടാവില്ല, ചിലവർക്ക് എന്താ പറയുന്നത് എന്താണ് കമ്പ്യൂട്ടർ വെച്ചിട്ടുള്ള സേവകളുണ്ട് ഭഗവാന്റെ, അത് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. ഇങ്ങനെ ചിലർക്ക് പല രീതിയിലുള്ള സേവാ താല്പര്യങ്ങളാണ് ഭഗവാനോട് ഉണ്ടാവുക. അപ്പോൾ ആ സേവ നമ്മൾ മനഃപൂർവ്വം ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നിരന്തരം ചെയ്യുമ്പോൾ അതിനകത്ത് തഴക്കം വന്നു കഴിയുമ്പോൾ ഭഗവാൻ കൂടെ നിന്ന് നമുക്ക് അതെല്ലാം ചെയ്തു തരുന്ന പറയുന്നത്. ശ്ലോകം 5. ഉദ്ധരേത്മാനാത്മാനാം ആത്മാനാമവസാദയേത് ആത്മൈവാഹ്യാത്മനോ ബന്ധു ആത്മൈവാരിപുരാത്മനഃ. മനുഷ്യൻ മനസ്സിന്റെ സഹായത്തോടെ സ്വയം ഉദ്ധരിക്കണം, അധപതിക്കരുത്. ബദ്ധനായ ആത്മാവിനെ തന്റെ മനസ്സത്രേ ബന്ധു, അത് തന്നെയാണ് ശത്രു. അല്ലെ, വളരെ വലിയൊരു കാര്യമാണ് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ മനസ്സിന്റെ സഹായത്തോടെ സ്വയം ഉദ്ധരിക്കുന്ന പറയുമ്പോൾ മനസ്സിന് മേളിൽ നിൽക്കുന്ന ബുദ്ധി, അല്ലെ, ആ ബുദ്ധി നമ്മൾ കൃഷ്ണാവബോധത്തില് ബുദ്ധിയിലെല്ലാം വസിക്കുന്ന ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഭഗവാൻ തന്നിരിക്കുന്ന ആ ബുദ്ധി ഉപയോഗിച്ചിട്ട് നമ്മൾ മനസ്സിനെ കൺട്രോൾ ചെയ്തിട്ട് എന്താ പറയുന്നത്, അതിനെ അധപതിക്കാൻ നമ്മൾ അനുവദിക്കരുത്. അല്ലെ, നമ്മൾ പലപ്പോഴും രാവിലെ 3:30 എണീക്കണം അല്ലെങ്കിൽ 4:30 എണീക്കണം, നാമം ജപിക്കണം എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും മനസ്സ് പറയും കുറച്ചു നേരം കൂടി കിടന്നുറങ്ങാം, കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സ് പറയും. പക്ഷെ നമ്മളെ ബുദ്ധിപൂർവ്വം നമ്മൾ എന്ത് ചെയ്യണം, ആ മനസ്സിന് 2 തല്ലൊക്കെ കൊടുത്തിട്ട് എണീപ്പിച്ച് ചെയ്യണം. കാരണം എന്താണ്, അല്ലെങ്കിൽ ആ മനസ്സ് നമ്മുടെ ശത്രുവായിട്ട് മാറും. പറയുന്നുണ്ട്, മന ഏവ മനുഷ്യാണാം കാരണം ബദ്ധമോക്ഷയോ ബദ്ധായ വിഷയാസംഗോ മുക്തേർ നിർവിഷയം മന. മനുഷ്യന് ബന്ധനത്തിനും മോചനത്തിനും മനസ്സ് തന്നെ കാരണം. വിഷയാസക്തമാവുമ്പോൾ ബന്ധനത്തിനും വിഷയങ്ങളിൽ നിന്ന് വിരപെട്ടാൽ മുക്തിക്കും അത് ഹേതുവാകുന്നു. അപ്പൊ ആ വിഷയങ്ങൾ, നമ്മുടെ ആ ഭൗതിക വിഷയങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുകഴിഞ്ഞാല് നമ്മൾ അതിൽ നിന്ന് മുക്തനാവും. അപ്പോൾ അങ്ങനെ എല്ലായ്പ്പോഴും കൃഷ്ണാവബോധത്തിൽ മൊഴിയിരിക്കുന്ന മനസ്സ് പരമമുക്തിക്ക് കാരണമാണെന്ന് പറയുന്നു. ശ്ലോകം 6. ബന്ധുരാത്മാത്മനസ്തസ്യ യേനാത്മൈവാത്മനാജിതഃ അനാത്മനസ്തു ശത്രുത്വേ വർത്തേതാത്മൈവ ശത്രുവത്. മനസ്സിനെ ജയിച്ചവന് മനസ്സ് തന്നെയാണ് ഉറ്റ സുഹൃത്ത്, അതിന് കഴിയാത്തവനാവട്ടെ മനസ്സ് പരമശത്രുവുമായിരിക്കും. അല്ലെ, നമ്മുടെ മനസ്സ് തന്നെയാണ് ശത്രു. പലപ്പോഴും നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് ചെയ്യുന്നൊരു വഴിപാടുണ്ട്, ശത്രു സംഹാര പുഷ്പാഞ്ജലി എന്ന് പറയും. അല്ലെ, നമ്മുടെ ശത്രുക്കളെ പലപ്പോഴും മിത്രങ്ങളായിരുന്ന ആളുകൾക്കാണ് പലപ്പോഴും നമ്മൾ ശത്രു സംഹാരം ചെയ്യാനുള്ള ഒരു വൈരുദ്ധ്യമാണ്. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ശത്രു സംഹാരം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ശത്രുവിനാണ്. മറ്റൊരാളെ നമ്മൾ ശത്രുവായിട്ട് കണക്കാക്കുന്നത് നമ്മുടെ മനസ്സിന്റെ പ്രശ്നമാണ്. അല്ലെ, അത് മനസ്സിലാക്കുന്നവനാണ് കൃഷ്ണാവബോധമുള്ളവൻ. മറ്റുള്ളവര് നമ്മളെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നുവോ അതിലല്ല കാര്യം. അവരുടെ ഉള്ളിലും ഭഗവാൻ ഉണ്ടെന്ന് ചിന്തിച്ചുകൊണ്ട് അവരുടെ ഉള്ളിൽ പരമാത്മാവായിരിക്കുന്ന അവര് മനുഷ്യജന്മം കിട്ടിയ അതിദുർലഭമാണ്, സുദുർലഭമാണ് മനുഷ്യജന്മം എന്ന് പറയുന്നത്. ആ മനുഷ്യജന്മം കിട്ടിയ ആളാണ് അദ്ദേഹം എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് എന്താ പറയുന്നത്, ആ ശത്രുതാ മനോഭാവം നമ്മൾ കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. മനസ്സിനെ ജയിച്ചവന് മനസ്സ് തന്നെയാണ് ഉറ്റ സുഹൃത്ത്, അതിന് കഴിയാത്തവനായിട്ട് മനസ്സ് പരമശത്രുവായിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ശത്രുവിനെ നമ്മൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ്, അതിനില്ലാണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. ശ്ലോകം 7. ജിതാത്മനഃ പ്രശാന്തസ്യ പരമാത്മാ സമാഹിതഃ ശീതോഷ്ണ സുഖദുഃഖേഷു തഥാ മാനാപമാനയോ. മനസ്സിനെ കീഴടക്കിയവൻ ശാന്തി നേടുകയാൽ പരമാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള ആൾക്ക് തണുപ്പും ചൂടും സുഖവും ദുഃഖവും മാനവും അപമാനവും എല്ലാം ഒന്നുപോലെ തന്നെ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മള് എന്താണ്, ഓരോ ജീവാത്മാക്കളും ശരിക്കും ഭഗവാന്റെ ആ വാക്കുകൾ നിറവേറ്റാൻ ചുമതലപ്പെട്ടിരിക്കുന്നവരാണ്. അപ്പോൾ സർവേശ്വരൻ ഓരോരുത്തരും ഹൃദയത്തിലെ പരമാത്മാവായി വാഴുന്നുണ്ടെന്ന് നമുക്കറിയാം. അല്ലെ, അപ്പൊ മനസ്സ് ബാഹ്യമായ മായാശക്തിയാൽ വഴിതെറ്റിക്കപ്പെടുമ്പോൾ മനുഷ്യൻ ഭൗതിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു പോവുകയാണ്. അപ്പൊ നമ്മൾ ആ മായാശക്തിയുടെ പ്രവർത്തനം കൊണ്ടിട്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. അല്ലെ, വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതിനെ തരണം ചെയ്യുന്നത് കൃഷ്ണാബോധം കൊണ്ടിട്ടായിരിക്കണം. അല്ലാണ്ട് നമ്മൾ ഒരു തെറ്റിനെ മറികടക്കാൻ മറ്റൊരു കാര്യം ചെയ്തുകൊണ്ടാവരുത് എന്നാ പറയുന്നത്. ആ യോഗ എന്ന് പറയുന്നത് ഭഗവാനായിട്ടുള്ള കണക്ഷനാണ്. ആ മനോനിയന്ത്രണം നേടാനായിട്ടാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രം ഈ മാനവും അപമാനവും, നമുക്ക് പലപ്പോഴും അഭിമാനം തന്നെ
എന്താണ് ഇതിൽ പെടുന്നതാണ് അല്ലെ. അഭിമാനം തന്നെ നമ്മുടെ ഏറ്റവും വലിയ ദുർഗുണമാണെന്നാണ് പറയുന്നത്. അഭിമാനം ഏറ്റവും വലിയ ദുർഗുണമാണ്. അഭിമാനം ഉണ്ടാകുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നാ പറയുന്നത്. ശ്ലോകം 8. ജ്ഞാന വിജ്ഞാന തൃപ്താത്മാം കുടസ്ഥോ വിജിതേന്ദ്രിയഃ യുക്ത ഇത്യുച്യതേ യോഗി ലോകാഷ്ടസ്മ കാഞ്ചനഃ. ജ്ഞാനം കൊണ്ടും സാക്ഷാത്കാരം കൊണ്ടും തികച്ചും സംതൃപ്തനായ ഒരാളെ ആത്മസാക്ഷാത്കാര നിഷ്ഠനായ യോഗി എന്ന് പറയാം. ആത്മസംയമിയായ അയാൾ അഭൗതികതയിൽ സ്ഥിതി ചെയ്യുന്നു. അയാളുടെ ദൃഷ്ടിയിൽ കല്ലും മണ്ണും സ്വർണവും ഒന്നുപോലെ തന്നെ. അതായത് അതിനകത്ത് ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, അത് ശ്രീകൃഷ്ണ നാമാദി ദവേദ് ഗ്രാഹ്യം ഇന്ദ്രിയെ സേവോ മുഖേ ഹി ജിഹോദോ സ്വയമേവ സുരക്ഷ്യത എന്ന് പറയുന്നു. ഭൗതിക മാലിന്യം പൂണ്ട ഇന്ദ്രിയങ്ങളാൽ ശ്രീകൃഷ്ണന്റെ നാമം, രൂപം, ഗുണം, ലീല എന്നിവരുടെ സ്വഭാവം ആർക്കും ഗ്രഹിക്കാനാവില്ല. ഭഗവത് സേവനം കൊണ്ട് പരിപൂരിതമാകുമ്പോൾ മാത്രമേ ഒരാൾക്ക് കൃഷ്ണന്റെ അതീന്ദ്രിയ ലീലകളുടെയും നാമം, രൂപം, ഗുണം ഇത്യാദികളെ അറിയാൻ കഴിയൂ. ഭക്തിരസാമൃത സിന്ധുവിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതായത് നമുക്ക് എന്താണ്, നമ്മള് യഥാർത്ഥമായുള്ള ഒരു വൈഷ്ണവനെ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ പാതാര കമലങ്ങളിൽ നിന്ന് വരുന്ന ആ ഭഗവാന്റെ കാര്യങ്ങള് യഥാർത്ഥ ഗുരുപരമ്പരയിൽ നിന്ന് കേട്ടാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, ഭൗതിക മാലിന്യം പൂണ്ട ഇന്ദ്രിയങ്ങളാൽ നമ്മൾ ഭഗവാന്റെ നാമം അല്ലെങ്കിൽ അതിന്റെ രസങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. ആ സമയത്ത് ഭഗവാനെ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും ടി വിയിലേക്ക് കാണാറില്ലേ, അമ്പലങ്ങളിലൊക്കെ പോയാൽ ഭഗവാന്റെ രൂപ വളരെ മനോഹരം, അത് കഴിഞ്ഞു അല്ലെ, അത്രേ ഉള്ളൂ. പിന്നീട് ഭഗവാനെ കുറിച്ചുള്ള രസങ്ങളൊന്നും അവർ ഓർക്കുന്നേ ഇല്ല. ഭഗവാൻ ഒരു അതീന്ദ്രിയ ജ്ഞാനി എന്ന് പറഞ്ഞാല് ഉത്തമ വിശ്വാസത്തിൽ അവൻ ഉറച്ചു നിൽക്കുന്ന പറയുന്നത്. അപ്പോ ആ രീതിയിലായാൽ മാത്രമേ നമുക്ക് ഈ കല്ലും മണ്ണും സ്വർണവും ഒക്കെ ഒരേപോലെ നമുക്ക് വരുള്ളൂ. അവസാനത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. സുഹ്യൻ മിത്രാരുദാസീനാം മധ്യസ്ഥദ്വേഷ ബന്ധുഷു സാധുഷേബീച്ച ചാപേഷു സമബുദ്ധിർവിശിഷ്യതേ. സ്വന്തം സുഹൃത്തുക്കൾ, ഗുണകാംക്ഷികൾ, ശത്രുക്കൾ, ഉദാസീനന്മാർ, ഈർഷ്യാലുക്കൾ, ബന്ധുക്കൾ, സജ്ജനങ്ങൾ, പാപികൾ എന്നിവരെല്ലാം സമഭാവനയോടെ വീക്ഷിക്കുന്നവൻ അല്പം കൂടി പുരോഗതി നേടിയവനാണ് അല്ലെ. വളരെ സ്പഷ്ടമായിട്ട് ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുകയാണ്, ഒരു കൃഷ്ണാവബോധം ആർജിച്ച ഒരു വ്യക്തി ഏത് രീതിയിലാണ് മറ്റുള്ളവരെ കാണേണ്ടത്, ജീവജാലങ്ങളെ കാണേണ്ട ഏത് രീതിയിലാണ് അല്ലെ. നമ്മളെ ഗുണം തരുന്നവനാണെങ്കിലും ശത്രുക്കളാണെങ്കിലും ഉദാസീനന്മാരാണെങ്കിലും ഈർഷ്യാലുക്കൾ, ഇവരെല്ലാവരും നമ്മൾ ഏത് രീതിയിലാണ് കാണേണ്ടത്? അവരെല്ലാവരും ഭഗവാന്റെ സൃഷ്ടിയാണ്, ഭഗവാന്റെ മക്കളാണ്, ഭഗവാൻ അവരുടെയൊക്കെ ആ ശരീരത്തിൽ വസിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ സമഭാവനയോട് ചിന്തിക്കുന്നവനാണ് ശരിക്കും അല്പം കൂടി പുരോഗതി നേടിയവനാന്ന് പറയാം. അപ്പൊ നമ്മളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ യോഗാരൂഢനായിട്ടില്ലെങ്കിലും നമുക്ക് കുറേയൊക്കെ ഒരു പുകമറ മാറി നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തില് ഭഗവത്ഗീത എന്നുള്ള ഇത് നമ്മൾ പതുക്കെ എന്താ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം സത്സംഗത്തിൽ നമ്മൾ എപ്പോഴും ഉൾപ്പെടുക. രണ്ടാമത്തെ കാര്യം നാമജപം ഒരിക്കലും മുടങ്ങാതെ നോക്കുക. ഭഗവാന് ഒരു തിരിയെങ്കിലും നമ്മൾ എപ്പോഴും ആരതി ചെയ്യാൻ നോക്കുക. ഭഗവാൻ ഒരു പുഷ്പമെങ്കിലും അർപ്പിക്കാൻ നോക്കുക. ഭഗവാൻ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും അർപ്പിക്കാൻ നോക്കുക. ഇങ്ങനെയെങ്കിൽ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ആ പൈപ്പിൻ്റെ ഉള്ളിലെ പൈപ്പ് വളരെ എപ്പോഴും ക്ലിയർ ആയിട്ടിരിക്കും, നമ്മുടെ ഹൃദയം വളരെ ക്ലിയർ ആയിട്ടിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞിട്ട് നിർത്താം. നമ്മുടെ വീട്ടിലേക്ക് പൈപ്പ് കണക്ഷൻ ഉണ്ട് അല്ലെ, എന്താണ് കോർപ്പറേഷൻ തരുന്ന വാട്ടർ കണക്ഷൻ ഉണ്ട് നമുക്ക്. ആ കണക്ഷന്റെ എപ്പോഴും നമ്മുടെ വെള്ളം ടാങ്കിലേക്ക് വീഴുന്ന സമയത്ത് അതില് സൂചി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മുടെ വീട്ടിലേക്ക് വീഴുന്ന ഇതിനൊക്കെ കണക്കുണ്ട് അല്ലെ, ആ വെള്ളത്തിന് കണക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇത് ബ്രേക്ക് ആവുന്നത്, ഇത് നിലയ്ക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ ടാങ്ക് നിറയുമ്പോഴാണ് നിലയ്ക്കുന്നത്. പക്ഷെ പല സമയത്തും നമ്മൾ കാണാൻ സാധിക്കും ഈ സൂചി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാല് പലപ്പോഴും ഈ വെള്ളം ഭൂമിയുടെ അടിയിൽ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ഇത് ഡ്രോപ്പ് ആവും, ലീക്കേജ് ആവും. ഈ ലീക്കേജ് ഉണ്ടാവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമുക്ക് വളരെയധികം മീറ്റർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് വളരെയധികം നഷ്ടം സംഭവിക്കും അല്ലെ. അതേപോലെ തന്നെ നമ്മുടെ ശ്രദ്ധയോടുകൂടി ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യാൻ ശീലിക്കുക. അതായത് ഈ നാമജപം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്താൽ മാത്രമേ ആ ടാപ്പിൽ കൂടി നമുക്ക് നമ്മുടെ ശുദ്ധജലം നമ്മുടെ ടാങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ നിറയുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, പല സ്ഥലങ്ങളിൽ ലീക്കായിട്ട് പോകുമ്പോൾ നമ്മുടെ മനോനിയന്ത്രണം നഷ്ടമാവും, നമുക്ക് കാമക്രോധങ്ങളെ അതിജീവിക്കാൻ സാധിക്കില്ല. അപ്പൊ എല്ലാവർക്കും ആ നഷ്ടം എന്താണ്? ആ മീറ്റർ കറങ്ങിക്കൊണ്ടിരിക്കും. ആ മീറ്റർ എന്താണ്? ജീവിത ചക്രമാണ്, ജനന മരണ ചക്രങ്ങൾ അല്ലെ.
ജരാമൃത്യു ജന്മ മൃത്യു ജരാവ്യാധി അല്ലെ, ജന്മം മൃത്യു ജര വ്യാധി. ഈ ജരാവ്യാധിയിൽ നിന്ന് നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കില്ല. പക്ഷെ എന്തുകൊണ്ടാണ് അത് നമ്മൾ മനസ്സിലാക്കണം. അതിൽ നിന്ന് രക്ഷപ്പെടുക, ആ ജനന മരണ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് ദുർഗാദേവി, ഈ ദുർഗം ഭൂമിയെ സംരക്ഷിക്കുന്ന ദുർഗാദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവണം അല്ലെ. ആ ദുർഗാദേവിയുടെ അനുഗ്രഹത്തോടെ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് വേണം. അപ്പോ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് പെട്ടിട്ട് ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാൻ സാധിക്കും. ഹരേ കൃഷ്ണ. Hare Krishna, Prabhuji. Thank you, Prabhuji, for your wonderful class today. ഇന്നത്തെ ക്ലാസ്സിനെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്രഭുജിനോട് ചോദിക്കാവുന്നതാണ്. അപ്പൊ ആർക്കും ഡൗട്ട്സ് ഇല്ലാത്തതുകൊണ്ട് നമുക്കിനി വോട്ട് ഓഫ് താങ്ക്സിലോട്ട് മൂവ് ഓൺ ചെയ്യാം. On behalf of everyone present here, I offer a heartfelt gratitude to Sharnya Shamsundar Das Prabhuji for sharing his time, devotion and wisdom with us today. I thank Her Grace Sri Kanta Devi Dasi Mataji for guiding us through the significance of Gita Mahatmyam. I also thank Her Grace Lalita Sudhamai Devi Dasi Mataji for guiding us about the Mahima of Harinam. And I thank all the participants for joining this Gita session with such attention and faith. May all these divine teachings continue to inspire and guide us all. Thank you. We'll now conclude this session by singing the Narsimha Stuti. Jai Narsimha, Sri Narsimha, Jai 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 Sri Narsimha. Ukram Veeram Mahavishnu Jalantam Sarvatomukham Narsingham Vishanam Bhadram Mrityam Namamiham. Jai Narsimha, Sri Narsimha, Jai 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 Sri Narsimha. Praladesha Jaya Padma Mukha Padma Bhringa. Namaste Narasimhaya Praladayine Hiranyakashipurbhakshah Shilajankanakalaye Hito Narsingha Parato Narsingho Yato Yato Yami Tato Narsingha Bahe Narsingho Hridaye Narsingha Narasimhamadam Sharanam Prapatye Tava Karakamadavare Naka Adbhuta Shringa Talata Hiranyakashipu Tanu Bringa Keshavadhrata Narahani Rupa Jai Jagadish Hare Jai Jagadish Hare Jai Jagadish Hare Jaya Narsimha Dev Jaya Narsimha Dev Narsimha Dev Jaya Narsimha Dev Jai Prahlad Maharaj Jaya Prahlad Maharaj Prahlad Maharaj Jaya Prahlad Maharaj Jai Jaya Prabhupada 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 Jai Srila Prabhupada Jai Jaya Gurudev 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 Jaya Srila Gurudev Nitai Gaur Hari Bol Hari Bol Hari Bol Nitai Gaur Hari Bol Nitai Gaur Premanandi Hari Hari Bol Bhakta Vinagama Shraddha Narasimha Bhagwan ki jai Bhakta Shiromani Prahlad Maharaj ki jai Jagat Guru Srila Prabhupada ki jai Patita Pavana Srila Guru Maharaj ki jai Nitai Gaur Premanandi Hari Hari Bol Vancha Kalpatarupasya Kripa Sindhu Vivacha Patitanam Bhavanebhyo Vaishnavebhyo Namaha Hare Krishna.